കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ് സൺ. ഗുഡ് മോർണിംഗ് ഫാദർ. വെരി ഗുഡ് മോർണിംഗ് സൺ. സാറേ നിങ്ങൾ എവിടേക്ക് അന്വേഷിച്ചെന്നറിയോ? നിന്റെ പ്രോബ്ലം എന്താ മൈ സൺ? ഈ ഫോൺ നിങ്ങൾക്ക് തിരിച്ചു തരാൻ വേണ്ടി വന്നതാ. നിനക്കെന്താ പെട്ടെന്നൊരു മാറ്റം? അങ്ങനൊന്നുമില്ല. ശരി, അപ്പൊ തന്നേക്ക്. അതിനു മുമ്പ് ഒരു കിഡിലും വീഡിയോ കാണിച്ചു തരട്ടെ. പുതിയ വല്ല ക്ലിപ്സ് വേണോ? അതെന്നെ സംഭവമാണ്. ശരി, എന്നാ അത് കാണിച്ചേ. നല്ല കറുപ്പാണല്ലോ, ആഫ്രിക്കക്കാരിയായിരിക്കും അല്ലേ? എടാ മഹാബാബി, ഇത് നീ എപ്പോഴാണ് എടുത്തത്? അന്ന് എന്നെ വിളിച്ച് വിരട്ടിയില്ലേ, അന്ന് തന്നെ എടുത്താരുടെ. അകത്ത് ഞാൻ ഒന്നും ഇടാത്ത കാര്യം നീയും ഞാനും അല്ലാതെ വേറൊരാളും അറിയാൻ പാടില്ല. എന്നെ നാട്ടിക്കരുത് പ്ലീസ്. അകത്തൊന്നും ഇടാതെ ഇങ്ങനെ ഡ്രസ് ഇടാനാണ് ചെറുപ്പം മുതലേ അങ്ങനെയാ, ശീലിച്ചു പോയി. അതാ ആ ഫോണിങ് താമോ. അതൊക്കെ തരാം, പക്ഷേ ഇതൊക്കെ എല്ലാരും കാണുന്നുണ്ടാവുമല്ലോ. എങ്ങനെ? ഇത് എടുത്തതിന് ശേഷം ഞാൻ യൂട്യൂബിൽ ഇട്ടായിരുന്നു. ഇത് നുണയല്ലേ? സത്യമായിട്ടുമാണ്. എടാ മഹാഭാവി, നീ എന്റെ ചീത്തയാക്കുമല്ലേ? എന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നല്ലേ? എന്നെ വൃത്തിയിട്ടൊരാക്കിട്ട് നീയൊക്കെ അടങ്ങുമല്ലേ? എന്താ കണ്ടോടാ, ഞാൻ ആടുതോമ ആകൂടാ, ആടുതോമ. ഇന്നടാ എന്റെ തുണി. ഇനി നീ എന്തൊക്കെ കാണാനിരിക്കുന്നുണ്ടെന്ന് അറിയാമോ? നീ ഇങ്ങോട്ട് വാടാ. ഹായളിയ. വാടാ. നീ മിഴികൾ കണ്ട് എൻ മനം മയങ്ങി കാറ്റായി മാറി ഞാൻ. എന്താ അളിയാ, ഭയങ്കര കവിതയൊക്കെ ആണല്ലോ. എടാ, ലവ് ചെയ്തോണ്ടിരിക്കടാ. നിനക്കോ? യെസ്. ആരാടാ അത്? സെക്കൻഡ് ഇയർ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ്. കീർത്തിടാ. ഇപ്പഴാടാ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 ദിവസമായുള്ളൂ. പക്ഷേ അളിയ, പ്രേമം കൺഫേം ആണോ അല്ലയോ എന്ന് ചെറിയൊരു ഡൗട്ട് അളിയ. അതൊന്നും വലിയ കാര്യമില്ലെന്നേ. ഞാൻ പറയുന്ന പോലെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലവ് ആയിരിക്കും. 4 പെണ്ണുങ്ങൾ ഒരുമിച്ച് വരും. ഓപ്പോസിറ്റിൽ നമ്മൾ എവിടെങ്കിലും ഒളിച്ചിരിക്കണം. നമ്മളെ കാണാതാകുമ്പോ അവളുടെ കണ്ണുകൾ നമ്മളെ തന്നെ അന്വേഷിക്കും. എടി ഗായത്രി, നീ വരുന്നില്ലേ? അവിടെ ഇറങ്ങാലോ. നിങ്ങൾ ആദ്യം ചെല്ലേ, ഞാൻ പുറകെ വരാം. എന്നാ ഓക്കെ, ബൈ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഹീറോനെ പോലെ എൻട്രി ചെയ്താൽ മതി. ഇങ്ങനെ സംഭവിച്ചു. എന്താ കീർത്തി, നീ പോകുന്ന ബസ്സല്ലല്ലോ ഇത്? എനിക്കത് നന്നായിട്ട് അറിയാം. ആ ഓട്ടോയുടെ അടുത്ത് ഒരു കുരങ്ങൻ നിൽക്കുന്നത് കണ്ടില്ലേ? അവൻ നമ്മൾ തന്നെ നോക്കി നിൽക്കുക. അതുകൊണ്ടാ വന്നേ പോകാം. അങ്ങനെ ആയില്ലടാ. അങ്ങനാണോ? ഞാൻ വേറൊരു കാര്യം പറയാം. ഈ പെണ്ണുങ്ങളുണ്ടല്ലോ, അവരണിഞ്ഞിരിക്കുന്ന ഓരോ ആഭരണങ്ങളും നമ്മൾ കൊള്ളാമെന്ന് പറയണമെന്ന് ആഗ്രഹിക്കും. ഇങ്ങനെ സംഭവിച്ചില്ലേ? സംഭവിച്ചില്ല. അളിയ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്, പറഞ്ഞേക്കാം. എന്നാ ശരി, വീടളിയാ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. എടാ, എങ്ങോട്ടാ പോകുന്നത്? നീ വണ്ടി കയറ്. അയ്യോ വേണ്ടെന്റെ പൊന്നളിയാ, ഈ പ്രേമിക്കുന്നവരോട് പുറകെ പോരുതെന്നാ. എന്താന്ന് വെച്ചാൽ അതിങ്ങനെ ഗട്ടറിൽ ചാടിക്കൊണ്ടേയിരിക്കും. ആ സംഭവം നമുക്ക് പറ്റില്ല. ഇവിടെ തൊട്ടടുത്ത് എൻ്റെ ആൻഡ്രോയിഡ് വീടുണ്ട്. ഇന്ന് അവിടെ കഴിഞ്ഞിട്ട് നാളെ നമുക്ക് കാണാം. ഓക്കെടാ, ബൈ. ഒരു കൂൾ ഡ്രിങ്ക്സ് എടുക്കാശാനെ. ആരും കാണുന്നില്ല. ഇതാണ് പറ്റിയ അവസരം. ചേട്ടാ, അവര് മതിയായിട്ട് രക്ഷപ്പെടുന്നു. ഇതില് വലിയ ഗുണമുണ്ടോ? അവിടെ
കൂൾ ഡ്രിങ്ക്സ് പോലും മര്യാദയ്ക്ക് കുടിക്കാൻ സമ്മതിക്കില്ല. ഉണർന്നിരിക്കുന്നതാണ് പോക്കറ്റ് അടിക്കുന്നത്. സാറേ On your marks, ready, go! ശ്വാസം ഒന്ന് വലിച്ചു പിടിച്ചേ. നിക്ക് നിക്ക് നിക്ക്. 180, 92. അടുത്തത് 182. വാ വാ വാ. അടുത്ത ആളാരാ? ഒന്ന് നിവർന്ന് നിക്ക്. 97. അടുത്ത ആളാരാ? ഒന്ന് വേഗം വന്നേ. 85. ചെല്ല്. നെക്സ്റ്റ്. 95. 180. കമോൺ ക്വിക്ക്. അടുത്തത് 86. നെക്സ്റ്റ്. എഴുതിക്കോ. 85. നെക്സ്റ്റ് 92. ഓക്കെ. അടുത്തത് കമോൺ ക്വിക്ക്. 86. ചെല്ല്. അടുത്തത്. കരുണാകരൻ. കരളെ നിൻ കൈ പിടിച്ചാൽ കനലോലം സ്നേഹമല്ലേ. നിനക്കെന്താ മാനേഴ്സ് ഇല്ലേ? വരുമ്പോ കഥയ്ക്ക് മുട്ടണ്ടായിരുന്നോ? അയ്യേ, നമ്മുടെ ഇടയിൽ എന്തിനാ ഇങ്ങനെ ഫോർമാലിറ്റി? ചക്ക, നിന്റെ കളികളൊക്കെ അങ്ങ് പുറത്തു മതി. ഇത് പ്രിൻസിപ്പാളിന്റെ റൂമാ. നീ ഒരു സ്റ്റുഡന്റും. എഡിറ്റ് പോടാ ചക്ക. അതൊക്കെ ശരി, പക്ഷെ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞൊരു കാര്യം പറയാനാ. ഇത് ആരുടെ ബാൻഡാ? ഇത് എന്റെ ബാൻഡാണല്ലോ. 2 ദിവസം മുമ്പ് കാണാതെ പോയതാ. എടാ, നിന്റെ അഭ്യാസം എന്നോട് വേണ്ട. ഇതെന്താടാ? അതിപ്പോ നിങ്ങൾക്ക് കണ്ടാ മനസ്സിലായില്ലേ? ഇതുപോലും അറിയാതാണോ നിങ്ങൾ പ്രിൻസിപ്പൽ? പോവരുത്. ഇതൊരു അന്തസ്സുള്ള കോളേജാ. നിന്നെ പോലെ വൃത്തികെട്ടന്മാരെയൊന്നും ഇവിടെ പഠിപ്പിക്കില്ല. നിന്നെ ഇപ്പൊ തന്നെ ഡിസ്പസ് ചെയ്യാൻ പോവാ. അല്ല സാറേ, ഇതൊക്കെ വലിയ കാര്യമാണോ? നാട്ടിലെ പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടിട്ട് എല്ലാരും ഇത് ഉപയോഗിക്കണമെന്ന് ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണോ? അങ്ങനെയാണെന്നേ. അതല്ല, നിന്റെ കളികളെ കുറിച്ച് കൂടുന്നുണ്ട് ഇപ്പോ. നീ ഇനി ഇവിടെ നിന്നാ ശരിയാവത്തില്ല. എന്താ സാറേ ഇത്? നിങ്ങൾ തന്നെ അന്ന് വീഡിയോസ് ഒക്കെ കണ്ടില്ലേ? ഞാൻ ചെറിയ പയ്യനല്ലേ, അപ്പൊ എനിക്കും ഇങ്ങനെയൊക്കെ. ഇനി എന്തായാലും ഞാൻ നിങ്ങളെ കത്തനാരെന്ന് വിളിക്കുകയില്ല. പാപങ്ങളൊക്കെ മാപ്പാക്കണമെന്ന് ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടില്ലേ? അങ്ങനെയാണോ? ആണെന്നേ. നിങ്ങൾ അതൊന്നും ഇതുവരെ പഠിച്ചിട്ടില്ലേ? വേണ്ട. എന്തായാലും ഇനി നിങ്ങളുടെ വഴിയിൽ ഞാൻ തടസ്സമാവില്ല. കൺഫേം? കൺഫേം ആണെന്നേ. അപ്പൊ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. താങ്ക്സ്. എന്താ? ഒന്നുമില്ല. എന്നോടാ നിന്റെ കളി. ഒന്ന് പോടാറക്ക. അങ്ങനാണോ? താമസിയാതെ നിന്റെ സത്യാവസ്ഥ എല്ലാരെയും അറിയിക്കാം. എന്നാ ശരി, വിട്ടോ. സാറേ, ഞങ്ങൾ സെന്റ് ജോൺ സ്കൂളിലുള്ളത്. ഇനിയും ആ പെണ്ണ് വന്നിട്ടില്ല. നന്നായിട്ട് നോക്കണം സാറേ. പരീക്ഷ എഴുതാൻ പിള്ളേർ കയറിയിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. പുറത്ത് ആരെയും കാണുന്നില്ല. എന്താടാ പറയണേ? അതെ സാറേ, അവരെവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും മനസ്സിലാവുന്നില്ല സാറേ. ഇത് വല്ലാത്തൊരു കുഴപ്പമായിരിക്കുക. ശരി നിക്ക്. മറ്റവൻ 2 പ്രാവശ്യമായിട്ട് ഫോൺ അടിക്കുന്നുണ്ട്. ഞാൻ തിരിച്ചു വിളിക്കാം. ശരി സാറേ. എന്തുട്രാ കോപ്പ അവന്മാര് പറയണേ? ആ പെണ്ണും ചെറുക്കണ പരിസരത്തില്ലല്ലോ. ആ പെണ്ണെ എവിടെയും പോകുന്ന പ്രശ്നമില്ലേടാ. ഈ സീറ്റ് വിട്ട് ആ പെണ്ണെ എവിടെയും പോകുന്ന പ്രശ്നമില്ലേടാ. നിങ്ങൾ എന്തിനാ ഫീൽ ചെയ്യുന്ന ചേട്ടാ? നിങ്ങളുടെ സഹോദരനെ ഞങ്ങൾ ഇവിടെ ഇല്ലേ? ഡോൺ വറി ചേട്ടാ. നിങ്ങൾക്ക് കോംപ്ലക്സ് കിട്ടുന്നത് വരെ ഞങ്ങൾ വെള്ളം പോലും കുടിക്കില്ല ചേട്ടാ. സത്യം. പച്ച വെള്ളം കഴിക്കില്ല, പക്ഷെ ചിക്കൻ പീസ് അടിച്ച് പറ്റൂല. ഞാൻ നേരത്തെ പറഞ്ഞ ചേട്ടാ, ഫസ്റ്റ് പെണ്ണിനെ അന്വേഷിക്കാം, കിട്ടി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കഴിക്കാന്ന്. ഇവനാ പറഞ്ഞേ ആദ്യം കഴിക്കാം, പെണ്ണിന്റെ കാര്യം പിന്നെ നോക്കാന്ന്. കണ്ടവാനും ബില്ല് വന്നിട്ടുണ്ട്. നീ എന്തൊക്കെയാ കഴിച്ചെന്ന് എനിക്കിപ്പ അറിയണം. കോംപ്ലക്സ് കിട്ടും, വാഴ പറ്റിക്കും. എന്തൊക്കെയാണ് കഴിച്ച? ചുമ്മാ ബില്ല് കയറ്റി കോംപ്ലക്സ് കിട്ടണോ? ശവം. തന്റെ പ്രേമത്തിന് വേണ്ടി കുറച്ചു കാലമായി ഗവൺമെന്റ് ഉദ്യോഗത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. BA ഹിസ്റ്ററി, ഗോൾഡ് മെഡലിസ്റ്റ്. വലിയ ഗോൾഡ് മെഡൽ. ഓരോരുത്തർ റോക്കറ്റിനും കമ്പ്യൂട്ടറിനും കുറിച്ച് പഠിക്കുന്ന ഈ കാലത്ത് ഇവൻ ഹിസ്റ്ററിയെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ പഠിച്ച BA ഇന്നത്തെ കാലത്ത് ആർക്കാ വേണ്ടത്? ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് ഈ പഴയ കാശും തുടച്ചുകൊണ്ടിരിക്കുന്നതാവും അവന്റെ വിധി. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒന്നിനും കൊള്ളാത്ത പഠിപ്പ് പഠിച്ചാ പിന്നെ എവിടുന്ന് ജോലി കിട്ടാന്ന്? എന്തിനാ അവനെ എപ്പോഴും ഇങ്ങനെ കുറ്റം പറയുന്നത്? അതെ, എനിക്കെന്താ വേറെ പണിയൊന്നും ഇല്ലാന്ന് കരുതിയോ? ഇപ്പൊ കണ്ടോ നീ? മോളെ വരട്ടെ. എന്താച്ചാ? നമ്മുടെ നാടിന് എപ്പോഴാ സ്വാതന്ത്ര്യം കിട്ടിയത്? എന്തിനാച്ചാ ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്നത്? അത് കേട്ടോ നീ? ഇന്നത്തെ യുവതലമുറ തീരെ ബഹുമാനിക്കാത്ത ഒരു കാര്യമാണ് നിന്റെ മകൻ 3 കൊല്ലമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എന്താ അഭിമാനം?
ചെല്ല്. പവിത്രേ, ആ ഒന്നിങ്ങ് വന്നേ. എന്തിനാ? ഇങ്ങ് വാടി. എന്താ? നിന്റെ അച്ഛന്റെ പേരെന്താ? ഇളിച്ചു കാണിക്കാതെ അച്ഛന്റെ പേര് പറയടി. നടരാജൻ. അച്ഛന്റെ പേരോ? വീരഭദ്രൻ. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര്? ധർമ്മപാലൻ. അദ്ദേഹത്തിന്റെ അച്ഛന്റെ? നിന്റെ പേരല്ലേ നടരാജനെന്ന്? അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് അറിയില്ലടാ. അത് കൊള്ളാം. മറ്റുള്ളവരെ ചെയ്യുന്നതേ ഒരു തരത്തിൽ പറഞ്ഞ ഒരു തരം ചൊറിച്ചില. കാരണവന്മാരുടെ പേര് പോലും അറിയത്തില്ല. തെരഞ്ഞോണ്ടിരിക്കുക. ആ പേരില്ലാത്ത മനുഷ്യൻ അങ്ങ് ബർമ്മയിൽ നിന്നാ വന്നിരിക്കുന്നത്. ഇതാ നമ്മുടെ കുടുംബത്തിന്റെ കുഴപ്പം. ഇങ്ങനെ സ്വന്തം ചരിത്രം എത്ര പേർക്ക് അറിയുന്നത്? എടി മോഡൻകാരി കൊച്ചേ, സ്വന്തം അപ്പൂപ്പന്റെ പേര് ചോദിച്ചാലും അറിയത്തില്ല. എന്താടാ വിക്കി അണ്ടി പോയ അണ്ണാനെ പോലെ ഇങ്ങനെ ഇരിക്കുന്നേ? അതൊന്നുമില്ലടാ. ഒരു ദിവസവും 2 ദിവസവും അല്ല, 4 ദിവസമായിട്ട് അവനൊരു പെണ്ണിനെ സിൻസിയർ ആയിട്ട് പ്രേമിച്ചോണ്ടിരിക്കുക. ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ല. ഇനി ചിലപ്പോ അവൾ എന്നെ കണ്ടു കാണും. 4 ദിവസമായിട്ടോ? ഭയങ്കര സിൻസിയർ ആയിട്ടാണോ? എടാ, എനിക്ക് അവളുടെ നമ്പർ ഒന്നും നീ വാങ്ങിച്ചു തരൂടാ. ആ പിന്നെ ഇനി അവളുടെ നമ്പർ വാങ്ങി കൊടുത്തേച്ചാൽ മതി. ഇവൻ അങ്ങ് ഒലത്തിക്കളയും. അളിയ, നമ്പർ സംഘടിപ്പിച്ചു തന്നാ മതിടാ. ഞാൻ അവളെ വളച്ചെടുത്തോളടാ. എനിക്കതിൽ വിശ്വാസം ഉണ്ടടാ. നിന്റെ കോൺഫിഡൻസ് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. നീ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഏത് റൂട്ടിലാണ് അവള്? റൂട്ടാ? എടാ, ഏത് ബസ് റൂട്ടിലാണെന്നാ ചോദിച്ചത്. എക്സ്ക്യൂസ് മീ, അതെ ഈ അഡ്രസ് ഒന്ന് പറഞ്ഞു തരാമോ? എവിടെയാണെന്ന്? ഈ സ്ട്രീറ്റ് ഇവിടെ നിന്ന് നേരെ പോയിട്ട്. ശരി, നീ തന്നെ കാണിച്ചു കൊടുക്ക്. പറഞ്ഞോളൂ. നേരെ പോയിട്ട് ലെഫ്റ്റ് തിരിയണം. പെട്ടെന്ന് തന്നെ റൈറ്റ് തിരിയണം. അതിനടുത്ത് തന്നെ ഒരു ഗണപതി അമ്പലം കാണും. അവിടുന്ന് പിന്നെ ചേച്ചി അഡ്രസ് പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലായില്ലെന്ന് വരാം. ഞാനും ചേച്ചിയുടെ കൂടെ വന്ന് വേണമെങ്കിൽ കാണിച്ചു തന്നാലോ? ശരി, കേറിക്കോ. അളിയാ പോയിട്ട് വരട്ടെ. ഇവനാള് കൊള്ളാലോ. ഈവനിങ് മറക്കാതെ വിളിക്കണേ. ഓക്കേ, ബൈ. അളിയ, ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. മിണ്ടാതിരുന്ന് കഴിക്കടാ. അഡ്രസ് പറഞ്ഞു കൊടുക്കാൻ 1 ദിവസം എടുത്തോടാ. അളിയാ, ഭൂമി ഉരുണ്ടതാണടാ. നിനക്കൊക്കെ വന്ന് വീഴുന്നല്ലോടാ. അത് വിട്ടുകളടാ. ഏയ് ചേട്ടാ, എന്തോടാ? ഞാൻ എത്രയാ തരേണ്ടത്? 1310 രൂപ. 1310. ബാക്കി ചില്ലറ ഉണ്ടാവും ചിലപ്പോ. അത് ചേട്ടൻ വച്ചോ. എടാ, ഇത് തലയിരിച്ച് പ്രിന്റ് ചെയ്തേക്കല്ലേ? സീരിയൽ നമ്പർ പോലും ഇല്ലല്ലോ. ഫോറിൻ മണിയാ, അങ്ങനെ കാണും. വിദേശത്തുള്ള ആളുടെ ഭാര്യയുമായി അവിഹിത ബന്ധം പുലർത്തിയ ആൾക്ക് വെട്ടേറ്റു. കടന്നു വരൂ 15 രൂപയ്ക്ക് ഇവിടെ ബിരിയാണി കിട്ടുന്നതാണ്. കടന്നു വരൂ 15 രൂപയ്ക്ക് ബിരിയാണി. വരണ സാർ 15 രൂപയ്ക്ക് ബിരിയാണി. വേറെ എവിടെയും കിട്ടില്ല. ചൂട് ബിരിയാണി 15 രൂപയ്ക്ക് ബിരിയാണി. ഇങ്ങനെ കിടന്ന് കൂവിയല്ലേ ആരും ഊണഴിക്കാൻ വരില്ല. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ സംസാരിച്ചാൽ ഉള്ള കസ്റ്റമർ കൂടി പോവും. എല്ലാരും വരണേ. ശരവണ, കഷ്ടപ്പെട്ടാണ് ഞാനൊരു ജോലി ചെയ്യുന്നത്. മിണ്ടാതെ നിങ്ങൾ പോയാൽ ശരി മുതലാളി. കടന്നു വരൂ 15 രൂപയ്ക്ക്. ഈ അവസ്ഥ വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എന്താടാ, ഇതിനേക്കാളും താഴ്ന്ന നിലയിലാണോ നീ എന്നെ കുറിച്ച് ആലോചിച്ചത്? കഷ്ടയുടെ മുതലാളി, ഞാൻ ഇന്നലെ മുതലാളിയെ കുറിച്ച് സ്വപ്നം കണ്ടേയുള്ളൂ. നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങളൊക്കെ കാരണമല്ലടാ ഞാൻ ഈ കോലത്തിലായത്. എന്നിട്ടിപ്പോ മുതലാളി, ഈ പ്രാവശ്യം നമുക്ക് എന്തായാലും ഹോട്ടൽ ആരംഭിക്കാം. സത്യം ചെയ്യടാ. സത്യം. എന്റെ അച്ഛൻ പുതിയൊരു ആരംഭമാണോടാ? ആരംഭിക്കാലോ മുതലാളി. ഞാനില്ലെന്ന് പറഞ്ഞില്ലല്ലോ. അതിപ്പോ എന്തായാലും നമുക്കൊന്ന് അന്വേഷിക്കായിരുന്നു. കൈയോടെ പോസ്റ്റ് ചെയ്തോളൂ, പാസ്പോർട്ട് ഉടനെ കിട്ടും. നമ്മൾ വരുന്നതുകൊണ്ടായി അമ്പലം തന്നെ പ്രശസ്തിയായത്. വാ, നമുക്ക് ചെന്ന് പ്രസാദം മേടിക്കാം.
രുചിയല്ലേ? എന്റെ ദൈവം, ഞാൻ വിചാരിച്ചില്ല എനിക്കിത് കഴിക്കാൻ കിട്ടുമെന്ന്. ഈ ചെവിയിലോട്ട് വെക്കേ. ഹലോ, ഇതാരാ സംസാരിക്കണേ? പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. അത് ഇന്നലെ ശരിയാക്കിയല്ലോ. പിന്നെന്താ, ഞാനൊരു കാര്യം എടുത്താ അത് ചെയ്യാതിരിക്കോ? അതെ സാർ, അതെ സാർ. ഒരു മിനിറ്റേ. പൊതുകാര്യത്തിന് വന്ന അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ. ഞാൻ വളർന്നത് ഇഷ്ടപ്പെടാത്ത ചില തെണ്ടുകൾ ചെയ്യുന്ന പണിയാതൊക്കെ സാർ. സാറിനോട് എനിക്ക് ചില കാര്യങ്ങൾ നേരിട്ട് വന്ന് പറയാനുണ്ട്. പാർത്ഥൻ അന്യദേശത്ത് ചെന്ന് ഒരു നല്ല ജോലി ചെയ്യണമെന്നാണ് ഇവന്റെ ഏറ്റവും വലിയ സ്വപ്നം. പക്ഷെ ഇവൻ എന്ത് വിചാരിച്ചാലും അതിനെതിരെ നടക്കൂ. അയ്യോ, ഇത് ചെകുത്താൻ പിടിച്ച ക്ലിപ്പാ. ഞാനിതൊന്നും കണ്ടിട്ടില്ല. കൊള്ളാമല്ലോ. ഫാദർ ആണെന്ന് പറഞ്ഞിട്ട് ഇത്തരം വീഡിയോസ് ആണോ കാണുന്നത്? ഈ ഫോൺ എന്റെ അല്ലല്ലോ, നിലത്തത് കിട്ടിയതാ. ഓ, അങ്ങനാണോ? ഇതെന്തായാലും താഴെ വീണ് കിട്ടിയതല്ലേ, പുതിയതാണല്ലോ. ഇനിയിപ്പോ ഞാൻ വെച്ചോളാം. താങ്ക് യു സാറേ. മോനെ, ഈ ഫോൺ എന്റെ തന്നെയാ. മാസ ശമ്പളം പിടിച്ചു വെച്ച് ഇന്ന് രാവിലെ വാങ്ങിച്ചതേ ഉള്ളു മോനെ. അതിക്ക് തന്നേ കരുണേ. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? യൂട്യൂബില്. നിനക്ക് നാണമില്ലേ? ഈ പ്രായത്തിലും യൂട്യൂബ്, റെഡ് ട്യൂബ്, മെറ്റാ കഫേ എന്നൊക്കെ പറഞ്ഞാലേ. അതെന്താ ഈ മെറ്റാ കഫേ? നാളെ രാവിലെ അസംബ്ലിയിൽ പറയാം, അപ്പ അറിയാം. അരുടെ വേണ്ടടാ, നീ എന്നെ നാറ്റിക്കരുത് പ്ലീസ്. ഇതെനിക്ക് അറിയാതെ പറ്റിപ്പോയൊരു തെറ്റാ മോനെ. നീ സാറിനോട് ക്ഷമിക്കൂട്ടാ. ഇത്തരം ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ചൂടെ? ഈ പുണ്യാളന്റെ ഡ്രസ്സിൽ എന്തിനാ ചെയ്യുന്നത്? സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് മോനെ, ഇതിനല്ല കാരണം. വേണ്ട വേണ്ട, പിടഞ്ഞവേ. ഇവന്റെ അടുത്ത് ഒരു പണി പറഞ്ഞ മര്യാദക്ക് ചെയ്യില്ല. അവനെവിടെയെങ്കിലും റൂൾസ് പറഞ്ഞിരിക്കണ്ടാവും. എന്താ 30 രൂപയ്ക്ക് ബില്ല് തരാൻ പറ്റില്ല? ഇദ്ദേഹത്തിന്റെ ബില്ലെട്. കാണുന്നില്ലല്ലോ, ഏത് സൈഡിൽ നിന്നാ വരുന്നതെന്നും അറിയില്ലല്ലോ. ഹലോ ബോസ്, സുഖല്ലേ? അന്ന് എനിക്ക് ലിഫ്റ്റ് തന്നില്ലേ? തന്നെയല്ലേ? സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് പ്രേം. എന്റെ പേര് ദിനേശ്. ധൃതിയിൽ ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ലേ? താങ്ക് യു. ഓ, അത് സാരമില്ല. എന്റെ വീട് ഇവിടുന്ന് അടുത്താണ്. വരും പോവാം. എന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വിരോധമില്ലെങ്കിൽ. എന്റെ വീട്ടിലൊരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്. വരും, നമുക്ക് 5 മിനിറ്റിൽ പോയിട്ട് വരാം. ഗിഫ്റ്റ് കണ്ട ഉടനെ അവന്റെ വീട്ടിൽ ഫംഗ്ഷൻ ആണെന്ന് പറയുന്നു. കള്ളൻ. ബോസ്, നിങ്ങൾ എത്ര വലിയ സഹായം എനിക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾ എനിക്ക് മറക്കാൻ പറ്റും. വരൂ, പെട്ടെന്ന് പോയിട്ട് വരാം. ഒരു ചായ കുടിച്ചാൽ മതി. വരൂ പ്ലീസ്. നമ്മുടെ അയൽവക്കത്തുള്ള ആ രാമകൃഷ്ണനെ ഒന്ന് വിളിക്കണ്ടേ? വാ. ഇരിക്കു ബോസ്. ശരിക്കും പറഞ്ഞാൽ വരാറുണ്ട്, പക്ഷെ ആരും മൈൻഡ് ചെയ്യ പോലും ഇല്ല. ഗായത്രി, ഇവൻ എന്റെ പുതിയ ഫ്രണ്ടാ പ്രേം. അല്ല, അന്ന് നിങ്ങൾ എന്താ പറഞ്ഞത്? സർ ഒന്ന് പെട്ടെന്ന് പോകണം. എന്റെ അഞ്ചത്തിന് മേത്ത് ചൂടുവെള്ളം വേണം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാ. നിങ്ങളുടെ നാട്ടിലൊക്കെ ചൂടുവെള്ളം വീണാൽ ഭംഗി കൂടും. എന്നാ ഇത്? ഓ, ടെൻഷനായിട്ട് പോയി. നെഞ്ചു വേണം. ലെറ്റർ ഇവിടെ പോയി. നെഞ്ചു വേണം. കോമഡി ആയിരുന്നല്ലേ? അയ്യോ, വന്നല്ലോ. എന്നെ നോക്കുന്നുണ്ടല്ലോ. ഇവനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? മൈൻഡ് ചെയ്യാതെ വന്നോട്ടോ. ദേ, അവൻ എന്തോ എറിഞ്ഞു. ഞാൻ പോവാട്ടോ. എടുക്ക്. ഇവനും ഇവന്റെ അച്ഛനും
നല്ല സുഹൃത്തുക്കളാണ്. ഇത്തരത്തിലുള്ള ഐഡിയ കൊടുക്കുന്നത് തന്നെ ഇവന്റെ അച്ഛനാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ഐഡിയ? പോവച്ചാ, പഴയൊരു ഐഡിയ കൊണ്ട് വന്നിരിക്കുന്നു. എന്തായിരുന്നു റിയാക്ഷൻ? എന്നിട്ട് ഗുഡ്, പോസിറ്റീവ് റിയാക്ഷൻ. നിനക്ക് പെണ്ണുങ്ങളുടെ സൈക്കോളജി മനസ്സിലാവുന്നില്ല. ബീയിങ് എ പേഴ്സണൽ അഡ്വൈസർ, വൈകുന്നേരം നീ പോകണ്ട, ഞാൻ പോകാം. പോയിട്ട് ഇത് നല്ല കൊതു. രാവിലെ മോനായിരുന്നു, ദേ ഇപ്പൊ അച്ഛൻ. അയ്യേ, വൃത്തികെട്ട കുടുംബം തോന്നുന്നു. ദേ ഞാനില്ലട്ടോ, ഞാൻ പേടിക്കണ്ടെന്നേ, ഇത് കത്തല്ല, എന്റെ ബയോഡേറ്റയാ. ഒരു മിനിറ്റ്, നീ സമ്മതിച്ചേ മതിയാവൂ, വേറെ വഴിയില്ല. ഇത് എന്റെ പാസ്ബുക്ക്, സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്, പിന്നെ വീട്ടുപത്രം. ഇതെല്ലാം എന്റെ മകൻ ചന്ദ്രന്റെ പേരിലാണ് ഉള്ളത്. അമ്മായിമ്മയുടെ പ്രശ്നം ഉണ്ടാവില്ല, ധൈര്യമായി വീട്ടിലേക്ക് വരാന്നേ. സ്വന്തമായ ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ പോവാ. നിങ്ങളോടൊപ്പം ഞാൻ ഉള്ളത് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറെ വീടെടുത്തോളാം. അത് പോരെ? മറുപടി എന്താ? ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞേക്കാം. അയ്യോ, അച്ഛ അവൾ എന്നോട് പറയാന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ? അതിനു വേണ്ടിയാണ് ഞാൻ ഇത്ര ബുദ്ധിമുട്ടിയത്. ആ ബെല്ലൊന്ന് അടിച്ചേ, റിസൾട്ട് കിട്ടും. തരുവായിരിക്കും, നമ്മൾ വരുമെന്ന് മുതലാളി പ്രതീക്ഷിക്കുന്നില്ലേ? അവൻ തരുവെന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു. ഒരു മിനിറ്റ്. ഹലോ, ബാഗ് കിട്ടിയോ? അയ്യോ ഇല്ല, കിട്ടിയിട്ടില്ല. ഓ, ഞാൻ വരാം, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. എടോ, ബാഗ് കിട്ടിയില്ലെന്ന് ആ പെണ്ണോട് എന്തിനാണ് കള്ളം പറഞ്ഞ? പിന്നെ അല്ലാണ്ട് ആ പെണ്ണിന്റെ അശ്രദ്ധോണ്ടല്ലേ നമ്മുടെ ബാഗ് നഷ്ടമായത്. എന്റെ കാര്യം പോട്ടെന്ന് വെക്കാം. അതുപോലെയാണോ നിസ്സാര ശമ്പളം വാങ്ങുന്ന നിന്റെയൊക്കെ കാര്യം? ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ പെണ്ണിനെ ഇവിടെ വിളിച്ച് വരുത്തി മോളിലും ബീച്ചിലും പാർക്കിലും സിനിമാ തിയേറ്ററിലും അമ്പലത്തിലും പള്ളിയിലും ഒക്കെ ചുറ്റി കറക്കും ഞാൻ. ഐസ്ക്രീം മേടിച്ച അവിടെ അണ്ണാക്കിലേക്ക് ഞാൻ കുത്തി 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 ഇറക്കും. വാടാ, നമുക്ക് പകരം വിട്ടാം. ഇത് പകരം ചോദിക്കാൻ തോന്നുന്നില്ലല്ലോ. മുതലാളിയുടെ ബാക്കി പണവും കൊളവാക്കുന്ന തോന്നുന്നേ. അങ്ങനെയാണോ? എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് അറിയാൻ നോക്കല്ല. ലോകത്തില് വിത്തും വളമൊന്നുമില്ലാതെ പൂക്കുന്ന പൂവേതാ? മുതലാളിയുടെ ചെരുപ്പാ. ഇടാ, അതല്ലടാ, ഇവനെന്തൊരു മണ്ടന. അവന്റെ കാര്യം വിട്, നീ എന്താണ് ഇങ്ങനെ? അതല്ലടാ, ആ കുട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതുവരെ തുടങ്ങാത്തെത്താത്ത വിചാരിക്കരുത്. മുതലാളി ബാത്റൂമിൽ വെപ്രാളപ്പെട്ടോണ്ടിരിക്കുമ്പോ നിനക്ക് ഇവിടെ സ്വപ്നം കാണല്ലേ? കേസിന്റെ കാര്യത്തിന് കോടതി വന്നിരിക്കുക. എന്ത് ദേഷ്യപ്പെട്ടോന്നോ? എത്ര പേരാടാ വന്നത്? അതെയോ? ഒറ്റയ്ക്ക് തീ വെച്ചെന്നോ? അതാരാണത്? അവരെ കാണാൻ എങ്ങനുണ്ടോ? അവിടെ ഞാൻ കണ്ടിട്ടുണ്ടാവോ അവനെ? എന്ത് പട്ടിന്റെ മുണ്ട്, ചുരുണ്ട മുടി, കുങ്കുമപ്പൊട്ടോ? നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഞാൻ അവനെ എവിടെ കണ്ടതുപോലെ ഉണ്ടല്ലോ. ശരി ശരി, അവനെ ഞാൻ കണ്ടുപിടിച്ചോളാം. സാറേ, സിബ് ഇടണം കേട്ടോ. ഇവര് മൂന്നുപേരും കുട്ടിക്കാലം മുതൽ സുഹൃത്തുക്കളാണ്. എപ്പോഴും കരുണാകരന്റെ വീട്ടിലാണ് ഇവന്മാർക്ക് ഉറക്കം.
അയ്യോ പാമ്പ്, എന്തിനാ ഇപ്പൊ നീ എന്നെ ചവിട്ടിയത്? കുടിച്ചിട്ടുണ്ടോ? എന്താ കുടിച്ചിട്ടുണ്ടോന്ന്? ഞാൻ ഇത്തിരിയേ കുടിച്ചോളൂ. നിന്റെ ചേട്ടൻ കുപ്പിയപ്പടി കമ്പറ്റി ഫ്ലാറ്റ് ആയി പോയി. പറഞ്ഞാലോട്ട് അനുസരിക്കുന്നുമില്ല. ബാഡ് ബോയ്. അപ്പൊ നീ കുടിച്ചിട്ടുണ്ട്. ഇനി എന്റെ അടുത്ത് മിണ്ടിപ്പോയേക്കരുത്. ഇവിടെ നോക്കിയേ, നീ എന്നോട് മിണ്ടില്ലെങ്കിൽ ഞാൻ ഫുൾ കുപ്പിയെ കുടിക്കും. എന്താ രാജ വിളിക്കുന്നു? എന്താ അളിയാ? അളിയാ, അളിയാ, എന്താണോ നീ കാണിക്കുന്നത്? നമ്മളെ വിശ്വസിച്ചല്ലേ നമ്മുടെ സുഹൃത്ത് അവന്റെ വീട്ടിൽ തന്നെ കിടക്കാൻ സമ്മതിച്ചത്. എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നോ? ഇത് ഫ്രണ്ട്ഷിപ്പിന് ചെയ്യുന്ന ദ്രോഹമല്ലേ? അവൻ എങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് സങ്കടം വരും? പകച്ചു പോയി നിക്കില്ലേ അവൻ? നീ ഒരു ദ്രോഹിയാ. എനിക്കെല്ലാം അറിയാടാ തെണ്ടികളെ. കിടന്നുറങ്ങാൻ നോക്ക്. എന്തോന്ന്? നീ ഒന്ന് കിടക്കാൻ നോക്കടാ. ഒന്നെങ്കിൽ പോടാ, ഇല്ല കിടന്നുറങ്ങടാ. അത് കലക്കി. ഞാൻ തന്നെ ശശിയായല്ലേ. സാറേ നമസ്കാരം. 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 എന്റെ പേര് ഗൗരവം. പുഷ്കരന്റെ മകനാണ്. ആയിക്കോട്ടെ. ഇവിടെ ഒന്നിനും കൊള്ളാത്ത 5 പേര്, അതിലൊരുത്തന് ഭയങ്കര ഉയരമുണ്ട്. ഒരുമിച്ചായിരിക്കും. അവരെ കണ്ടായിരുന്നു. അവരാണോ? ഇവിടുന്ന് 3ാമത് വളവ് വളയുമ്പോ നേരെ പോകുമ്പോ ഒരു അമ്പലമുണ്ട്. അതിന്റെ അടുത്തൊരു വീട് ചോദിച്ചാൽ അവരെ കുറിച്ച് അറിയാം. ചോദിക്കണോന്നോ? ഇന്ന് ഞാൻ അവരെ എന്താ ചെയ്യാൻ പോകുന്നെന്ന് അറിയോ? എന്താണോ നോക്കിയിരിക്കുന്നത്? വേലയിടോ. ആരെ ഇവരൊക്കെ പറയാതെ എടുത്തോണ്ട് പോവാണല്ലോ. വിറകെടുത്ത് കൊടുത്തില്ലേ? അതിന്റെ കാശ് മര്യാദക്ക് തന്നിട്ട് പോയാൽ മതി. ഞാനല്ല എടുത്തു. ഒന്നും പറയണ്ട. എന്തോന്നായത്? സ്വാമിയുടെ കൊഴക്കട്ടയാ, അമ്മ തരാൻ പറഞ്ഞു. പല്ലില്ലാത്ത ഈ പ്രായത്തിലാണോട് ഞാൻ കൊഴക്കട്ട തിന്നണ്ട്. അകത്ത് നിനക്ക് വേണ്ടി ഒരാളിരിപ്പുണ്ട്, അങ്ങോട്ട് ചെന്ന് കൊടുക്ക. അയ്യോ, ആമ്പിള്ളേരെ നോക്കാൻ പാടില്ല. നോക്കിയാലേ കണ്ണു പൊട്ടിപ്പോവും. അങ്ങനെയൊന്നും പറയണ്ട. അവന്റെ അടുത്ത് വേഗം ചെന്ന് ഇതൊന്ന് തുറന്ന് കഴിക്കാൻ പറ. ഇതിന്റെ രുചി കൊണ്ട് നിന്നെ പുറകെ നടന്ന് വീണ്ടും വീണ്ടും അവൻ ചോദിക്കും. അതേടി വേഗം ചെല്ലേ. രാവിലെ തുടങ്ങിയോ? നിന്റെ വീട്ടിൽ ഞാൻ ലേറ്റാ. വണ്ടി പോട്ടെ. ഇവന്മാരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ലല്ലോ. ഞാൻ വീണ്ടും ശശിയെ. ഇവന്മാരൊക്കെയാണോ എന്റെ ഫ്രണ്ട്സ്? നടക്കട്ടെ നടക്കട്ടെ. മാമ എഴുന്നേക്ക്. ചുമ്മാ ഇരിക്കടി. ഞാൻ തരുന്നതേ കണ്ണടച്ച് കഴിച്ചോണം. അതിനെന്തിനാ എണീക്കുന്നേ? നിനക്ക് തന്നാ പോരടി. പല്ല് തേക്കാതെയോ? എഴുന്നേക്ക് മാമ. എഴുന്നേക്ക് മാമ. വിടടി. ഇവളെ കൊണ്ട് ഞാൻ വിടറി.
വാ. ഉറങ്ങുന്നു. ഞാൻ ഓരോന്നെടുത്ത് തരുന്നത് വരെ നീ കണ്ണടച്ചു വെച്ച് കഴിച്ചോണം. ഇതെല്ലാം കഴിച്ചു കഴിയുമ്പോ എന്നോട് ഇഷ്ടം കൂടി വരും. ഇതാരേടിയാ? അമ്മമ്മ. മുത്തശ്ശിക്കും വിവരമില്ല, നിനക്കും വിവരമില്ല. ഇങ്ങതാ കണ്ണടയ്ക്കും മാമ. ശരി, പോയി എടുത്തോണ്ട് വാടി. എന്തു വാടി? വെളുപ്പം കാലത്ത് തന്നെ വെറും പാത്രമായിട്ട് വന്നിരിക്കാ. പൊടി. എന്തോന്ന് കൊണ്ടുവന്നാ പറയുന്നേ? എന്നെ പ്രേമിക്കുമെന്ന് പറഞ്ഞില്ല. ഞാൻ പറയാം. നീ വാ, ഞാൻ പറയാം. വാ. എടാ വാ, തുടക്കടാ. അവൻ കുറെ നാളായി നിന്നെ കണ്ണുവെക്കാൻ തുടങ്ങിയിട്ട്. ഒന്ന് സഹകരിക്കടി. രണ്ടുപേരും തമ്മിലുള്ള ചേർച്ച ഇതിലായിരിക്കും. പോടി. ഞാനും എത്രയോ പെണ്ണുങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടാ, പക്ഷെ ഇവളുടെ വോയിസ് എന്നെ ഡിസ്റ്റർബ് ചെയ്തു. ആരുടെ വോയിസാടാ? അളിയാ, ഞാൻ അറിയാണ്ട് ചോദിക്കാടാ. ടോപ്പ് അപ്പ് ചെയ്ത് നിന്നെ കമഴ്ത്തിയെന്നാ തോന്നുന്നേ. കണ്ണ് കണ്ടൂടെ നിനക്ക്? ഫോണെന്ന് വെച്ചാൽ ഭ്രാന്തായിരിക്കും. ഈ പെണ്ണ് ഫോണെന്ന് പറഞ്ഞ് എന്താണോ ഇങ്ങനത്തെ ഒരു സ്വഭാവം? അവള് സംസാരിച്ചാലേ ചിത്ര ചേച്ചി പാടുന്നത് പോലെ ഉണ്ട്. ഈ പാട്ടാ ഞാനത് അന്വേഷിച്ചത്. എന്തോ അതല്ലളിയാ, എന്റെ മുത്തശ്ശി പാടിയാലും ലതാ മങ്കേഷ്കർ പാടുന്ന പോലെ തന്നെ ഉണ്ടാവും. എന്ന് വെച്ചാൽ സുന്ദരിയാവണമെന്നില്ലല്ലോ. പൊടി. ഒരു വട്ട് കേത്ത സാറേ. അക്ബറല്ല, ബീർബല്. മാമ ഇത്തവണ തീർച്ചയായിട്ടും കിട്ടും. ഇത് തന്നെ 2 വർഷമായിട്ട് പറയണ. എന്താടി? ഞാൻ മാത്രമല്ല ഇത് പഠിച്ചത്. എനിക്ക് മുമ്പില് 13 ലക്ഷം പേരെങ്കിലും പഠിച്ചിട്ടുണ്ട്. എന്തിന്റെങ്കിലും സെലക്ഷന് പോയാ വെട്ടിയിട്ട മരം പോലെയല്ലേ തിരിച്ചു വരുന്നേ. ഞാൻ എന്ത് ചെയ്യാനാ? എംപ്ലോയ്മെന്റ് ഓഫീസില് നമ്പറിന്റെ ഓർഡർ അനുസരിച്ചേ വരൂ. ഒന്നുമില്ലേ? എന്താ? എന്തെങ്കിലും പണം കൊടുത്താ നമുക്ക് മുമ്പിൽ വരാൻ പറ്റുമോ? അപ്പൊ കാശില്ലാത്തവനോ? അവനും നിന്നെപ്പോലൊരു മുറപ്പെണ്ണിനെ വെച്ച് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുവാണെങ്കിലോ?
നിനക്ക് അത്രയ്ക്ക് ധൃതിയാണെങ്കിൽ നിന്റെ അച്ഛൻ പറയുന്നതിനെ കെട്ടിക്കൂ. എന്തോന്നാടി മോന്ത വാടിയിരിക്കുന്നേ? എന്താടി? നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ഇത്രയും പഠിച്ചത്. കൂലിപ്പണിക്ക് പോവുകയാണെങ്കിൽ 1000 രൂപയെങ്കിലും സമ്പാദിക്കുമായിരുന്നു. നിന്റെ അച്ഛൻ ചോദിച്ചോണ്ടിരിക്കല്ലേ? ഞാൻ കേക്കത്തില്ല 1969 SSLC ഞാൻ ജില്ലാ ഫസ്റ്റ് മേടിച്ചവനാ. ഗവൺമെന്റ് ജോലി കിട്ടണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ എന്നേക്കാളും മാർക്ക് കുറച്ചെടുത്തവനൊക്കെ ഇന്ന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാ. ഇവിടെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചെടുക്കാന്ന് വെച്ചാ ക്ലാസ് കൊണ്ട് തോറ്റു ഒപ്പിയിട്ടിരിക്കല്ലേ. നല്ലോളം തിന്നെ. ഇനി നിനക്ക് മാത്രമേ എന്റെ ആഗ്രഹം സാധിച്ചു തരാൻ പറ്റുള്ളൂ. ശമ്പളം കുറവാണെങ്കിലും ഗവൺമെന്റ് ജോലി തന്നെയാ മോനെ ഏറ്റവും നല്ലത്. ഈ കയ്യില് ഒരു ഗവൺമെന്റ് ജോലി ഇടവാ. പിന്നെ ഈ കയ്യില് എന്റെ മോളെ അങ്ങോട്ട് ഏൽപ്പിച്ചു തരുമല്ലോ. ഇത് ഇടത്തെ കൈ അച്ഛാ. അത് കുഴപ്പമില്ല മോനെ. ഈ കൈ കൊണ്ടല്ലേ നീ ഗവൺമെന്റ് ജോലി വാങ്ങാൻ പോണേ. അച്ഛൻ പറയുന്ന ന്യായമായിട്ടുള്ള കാര്യം. അച്ഛന്റെ സത്യസന്ധത എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് നാൾ കഴിയട്ടെ. ഈ കയ്യിലല്ല, ഈ കയ്യിൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ വാങ്ങിയിട്ട് ഈ കൈ കൊണ്ട് നിങ്ങളുടെ മോളെ മോനെ, നിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇതുവരെ വന്നിട്ടില്ല. സോറി അച്ഛാ. എന്റെ സുബ്രഹ്മണ്യസ്വാമി, എല്ലാവരുടെ ജീവിതം അങ്ങയുടെ കയ്യിലാ. പക്ഷെ എന്റെ ജീവിതം ഈ സ്റ്റേഷന്റെ അതിർവരമ്പത്താ. പോലീസ് സ്റ്റേഷൻ. അയൽപ്പക്കംകാരിയെ കണി കണ്ടപ്പോ ഇത്ര എഫക്റ്റോ? ഇന്ന് തിരക്ക് കുറവാണല്ലോ. അവളുടെ ഭർത്താവൊക്കെ എങ്ങനെ ജീവിക്കുന്നു? ഇന്നാകെ 18 ടോക്കണേ പോയിട്ടുള്ളൂ. എന്തുവാടേ ഇത്? കുറ്റകൃത്യങ്ങളൊക്കെ കുറഞ്ഞോ? ഇനി നീ വേറെ വല്ലതും ചെയ്യുന്നുണ്ടോ? ചേട്ടാ ഇല്ല ചേട്ടാ. ചേട്ടൻ അറിയേണ്ട ഈ പരിസരത്ത് ഒരു ഈച്ച പോലും പറക്കില്ല. ടോക്കൺ നമ്പർ 1. നമസ്കാരം സാറേ. സ്വർണം കളവ് പോയെന്നും പറഞ്ഞ് 1 മാസമായി കംപ്ലൈന്റ് കൊടുത്തിരിക്കുക. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. എങ്ങനെ നടക്കാനാ? ആടും പോത്തും എന്തെങ്കിലും തിന്നാലല്ലേ നടക്കൂ. എത്ര പവനാ? 10 പവനാണ്. ശരി, 10,000 താ. 10,000? ഇന്നത്തെ സ്ഥിതി വെച്ച് അതിന്റെ വില 2 ലക്ഷം രൂപയാ. 10,000 തന്നില്ലെങ്കിൽ നിനക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. എങ്കി 5-ാം തീയതി വാ. 10-ാം തീയതി 10 ദിവസം കഴിഞ്ഞു വാ. 12 വിഹിതത്തിനൊക്കെ കംപ്ലൈന്റ് കൊണ്ട് വന്നിരിക്കാം. ചെല്ല് 20-ാം തീയതി വാ. ആവോ. എന്താടാ, ടോക്കൺ കൊടുത്തില്ലേ? അതല്ല, ചായ കുടിക്കാൻ വന്നപ്പോഴത്തേക്ക് റേഷൻ കാർഡ് മറന്നു വെച്ചിട്ട് പോയി. ഓ, നീയാണോ അവൻ? 5,000 രൂപ തന്നേക്ക്. പുതിയ കാർഡല്ലേ? എന്റെ കാർഡാ. നിന്റെ കാർഡിന് 5,000 രൂപ. പുതിയ കാർഡ് ഫ്രീയാ. എന്താ സാറേ ഇങ്ങനെ? ബോർഡിൽ സൗജന്യം എന്നാണല്ലോ എഴുതിയിരിക്കണേ. എന്നിട്ട് എന്താ ഇങ്ങനെ കാശ്? ബോർഡ് സൗജന്യമായിരിക്കും, ഞാൻ സൗജന്യമല്ല. 1 മാസം റേഷൻ കടയിൽ നിന്ന് അരി, പരിപ്പ്, പഞ്ചസാരയൊക്കെ എത്ര രൂപയ്ക്ക് വാങ്ങും? 1000 രൂപയാവും. പുറത്ത് വാങ്ങി എത്രയാവും? 8000 രൂപയാവും. 2 മാസത്തേക്കോ? 16,000. ഞാൻ 5,000 അല്ലേ ചോദിച്ചേ. ഒരു കയ്യിൽ കാശ്, മറ്റേ കയ്യിൽ കാർഡ്. നിനക്ക് വേണോ വേണ്ടയോ? കാശ് കാടൂ. നിനക്കൊക്കെ ഫ്രീ ആയിട്ട് എന്റെ ഓഫീസിൽ വിടും. അതുകൊണ്ടാണ് കാർഡ് തരുന്നത്. ഇനിയെങ്കിലും സൂക്ഷിക്കണം, എടുത്തോണ്ട് പോ. റേഷൻ കാർഡ് 2 കാര്യത്തിന് ഉപയോഗിക്കുന്നതെന്ന്. ജാമ്യം വെക്കാനും പണയം വെക്കാനും. ഇത് നമുക്കുള്ളത്, ഇത് സ്റ്റേഷനിലേക്കുള്ളത്. നമസ്കാരം സർ. IG-ക്ക് വരെ 2 മിനിറ്റ് ലേറ്റ് ആയിട്ട് സല്യൂട്ട് അടിക്കും. എനിക്ക് ഇത്ര വേഗത്തിലോ? എല്ലാം പണത്തിന്റെ ഗുണമാ. വരണം വസൂൽ ചക്രവർത്തി. തനിക്ക് വേണ്ടി ഞാൻ കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. സാറിന് എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ. നമുക്ക് നമ്മുടെ കാര്യം കൂടി നോക്കണ്ടേ? എത്ര കേസ് പെൻഡിങ്ങിലുണ്ട്? എടോ, നാട്ടുകാർ കൊണ്ടുവരുന്ന കേസ് മാറ്റിവെക്കുന്നത് തനിക്ക് വേണ്ടിയില്ലേ? തന്റെ കേസ് തീർത്തില്ലെങ്കിൽ ഞങ്ങളുടെ കളക്ഷൻ കുറയും. ഇനി ഇത് പറഞ്ഞാൽ മതി. കാശ് മേടിക്കാൻ മടിയൊന്നുമില്ലല്ലോ. കേസിനാണ് ഒരു അനക്കവും ഇല്ല. അതൊക്കെ വിട്ട് കളയാ മാഷേ. 2 ബൈക്ക് മോഷിച്ചോളൂ. ഇപ്പൊ 3 ബൈക്ക് ചോദിക്കുന്ന കളിയാ. നമസ്കാരം. ഏയ്, ഈ മാസത്തിലെ കേസ് നീയാണോ? താൻ എന്തോടെ ഇവിടെ? എന്നെ കാണാതെ വന്നിരിക്കല്ലേ? എല്ലാം ഞാൻ ശരിയാക്കി തരാം. കേസൊക്കെ വിട്ട് കളയാ. താൻ കാശ് കൊണ്ട് എടുക്കണോ? കാശ് മേടിക്കാൻ മാത്രം ഒരു മടിയില്ല. ഇങ്ങനെ മേടിച്ചാലുണ്ടല്ലോ മുടിയൊന്നും വളരാൻ പോകുന്നില്ല. ആഹാ, ഇയാളുടെ ഡ്യൂട്ടിയോടുള്ള ആത്മാർത്ഥത കണ്ടില്ലേ? ശമ്പളം കിമ്പളം. എന്തുവാ സാറേ ഇത്? തട്ടി എണിപ്പിക്കേ. എടോ, നീയാണ്. മര്യാദക്ക് എനിക്ക് ഉറങ്ങാൻ പറ്റണതേ പോലീസ് സ്റ്റേഷനിലാണ്. അതും സമ്മതിക്കില്ലെന്ന് വെച്ചാ? ഡ്യൂട്ടിയിലെ രാജാവാ.
വീട്ടിലത്തെ നൈറ്റ് ഡ്യൂട്ടിയാണോ? ആ, വീട്ടിലെ കാര്യം ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവിടത്തെ കാര്യം എന്തിനാ ചേട്ടാ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്? പിന്നെന്തിനാ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് പോകുന്നേ? സാർ എന്താടോ വന്നപ്പോ മുതൽ ഞാൻ സാറെന്ന് വിളിച്ചിട്ട് ഒരു വിഷമം എനിക്ക്. ഇനി ഞാൻ എന്താ വിളിക്കണ്ടേ? അതിന് എന്നെ വിളിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ രാവിലെ തന്നെ ഈ വീട്ടിൽ നിന്ന് പോവില്ലേ? പിന്നെന്താ? അല്ല, രാവിലെ പോകുമെന്ന്. അത് കൊള്ളാം. ഇവനെക്കണ്ട അമ്മ കുറച്ച് ചോറുതാ. ലക്ഷ്മി, ആ പാത്രത്തെ അങ്ങോട്ട് കമത്ത്. എന്തായാലും കൊള്ളാളിയാ. നിന്റെ ഭാവി അമ്മായി അച്ഛൻ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയാ മതിയെന്ന് പറഞ്ഞ് സമ്മതിച്ചല്ലോ. നീ എങ്ങാനും കളക്ടർ ആയാലും നിനക്ക് പെണ്ണിനെ തരത്തുള്ളൂ പറഞ്ഞിരുന്നെങ്കിൽ നീ ഇവനൊക്കെ എങ്ങനെയെങ്കിലും പഠിച്ച് IAS എടുത്ത് ഒന്നും മിണ്ടാതിരിക്കടാ. അവിടെ ചേട്ടാ, ബാലൻസ് ഒരു ഓംലെറ്റ് കൂടെ വാങ്ങിച്ചോടാ. വാങ്ങി അവനൊരെണ്ണം ഒഴിക്കടാ. എടാ നിന്നോടല്ലേ മിണ്ടായിരിക്കണം. അതൊന്നും പറയാൻ പറ്റില്ല, അവനും കൂടി ഒഴിക്കണം. എങ്ങനെയോ അടുത്ത മാസം ലോൺ ശരിയാവും. കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ട് വേണം ലൈഫിൽ സെറ്റിൽ ആവാൻ. നിനക്ക് മരുത്തി റെഡിയായിട്ടിരിപ്പുണ്ടല്ലോ. അല്ലളിയാ, അവനിപ്പ എന്തിനാ എന്നെ ചവിട്ടിയെന്ന് നിനക്ക് അറിയോ? അറിയില്ല. നീ അറിയാമെങ്കിലും അറിയത്തില്ലെന്നല്ലടാ പറയത്തുള്ളൂ. മാറി കിടക്കടാ. എനിക്കൊരു വിശ്വാസം ഉണ്ടാ ഇത്തവണ ഗവൺമെന്റ് ജോലി കിട്ടുമെന്ന്. അപ്പൊ ഞാനോ? എനിക്ക് പാസ്പോർട്ട് കിട്ടി, ഞാൻ ഈ സ്ഥലം വിടും മോനെ. എന്തിനാടാ നീ ഓടുന്നേ? പിന്നെ ഞങ്ങൾ എന്തിനാ? രാജാവിനെ പോലെ നിന്നെ നോക്കൂടാ. എന്നാ ടാറ്റ കാണിച്ചിട്ട് വിട്ടു. ആണാ? വാടോ സർവണ, ഇതാ ബാഗ്. അതിനകത്ത് പണം ശരിക്കണോ? ഇവനാണ് നിങ്ങളുടെ ബാഗ് അടിച്ചു മാറ്റിയത്. എടാ ജാക്ക് പോട്ട്. ചെരുപ്പെടുത്ത് അടിക്കും ഞാൻ. സാറേ, എനിക്ക് ഇവരെയൊക്കെ നേരത്തെ അറിയാം. സാറേ, നമ്മളന്ന് ബസ് വെച്ച് പരിചയപ്പെട്ടതല്ലേ? എടോ, തനിക്കത് ബാഗ് പിടിക്കാൻ വലിയ മടിയായിരുന്നല്ലോ, പിന്നെ എന്തിനാ എടുത്തേ? സാറി, നിങ്ങൾ എനിക്ക് തന്നാൽ അതെനിക്ക് സ്വന്തമാവില്ലല്ലോ. ഞാനായിട്ട് മോഷ്ടിച്ചാലല്ലേ സ്വന്തമാവൂ. അടുത്ത് തന്നെ ഞങ്ങളുണ്ടായിരുന്നു. പിന്നെ താൻ ബാഗ് എടുത്ത് പാട്ടിന്റെ രണ്ടാമത്തെ ബീജം പോയിക്കൊണ്ടിരുന്നില്ലേ? അപ്പ എടുത്തതാ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മോഷണത്തിൽ നമ്മുടെ മ്യൂസിക് ഡയറക്ടറിനും ഒരു പങ്കുണ്ട്. ആർക്ക് പങ്കുണ്ടെന്ന്? നമ്മുടെ പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടറെ. എന്തോന്നാടാ ഈ പറയുന്നേ? അതെ, അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടല്ലേ എല്ലാം മറന്നു നിന്നത്. ആ പാട്ട് കേട്ട് നിങ്ങളെ മാത്രമല്ലല്ലോ നിങ്ങൾ മറന്നത്, പണമുള്ള ബാഗ് കൂടെ നിങ്ങൾ മറന്നില്ലേ? എടാ, കാശ് ശരിക്കുണ്ടോ നോക്കേ മോനെ. അത് എത്ര തവണ എണ്ണിയാലും 70,000 രൂപ കുറയും. എന്ത് ചെയ്തു? പൈൽസ് ഓപ്പറേഷൻസ്. എന്തേ? നിങ്ങൾക്കറിയാലോ, ബസ്, ട്രാവൽ, ഹീറ്റ്, ഓപ്പറേഷൻ. 70,000 എവിടെ ഓപ്പറേഷൻ ചെയ്ത്? അപ്പോളോ ആസ്പത്രി. ആരാണ് അപ്പന്റെ വീട്ടിൽ ഓപ്പറേഷൻ ചെയ്യുന്നത്? ഈ നിൽക്കുന്ന 5 പേരിൽ ആരുടെ അപ്പനാണെന്ന് എനിക്കെന്തറിയാം. സാറേ, മൊത്തം പൈസയും തിരിച്ചു കിട്ടില്ലെങ്കിൽ മോലാളി ഞങ്ങൾ വെച്ചേക്കില്ല. എക്സ്ക്യൂസ് മീ സാർ, 2 ദിവസം സമയം വേണം. ഹാർഡ് വർക്ക് ചെയ്ത് പണം തിരിച്ചു കൊടുത്തേക്ക്. പക്ഷെ പോലീസ് ഇടപെടരുത്. നിനക്ക് ഞാൻ അതൊക്കെ സാറിന്റെ ഇഷ്ടം. ഞാൻ വരട്ടെ. അതിനെ വെച്ചോ. ഓനെ പിടിച്ചേ. പണം തരുന്നവർ എന്റെ വീട് താമസിച്ചോ? ആരുടെ കൂടെ താമസിക്കാൻ? എന്റെ വീട്ടിലാടാ. അതെ, നിന്റെ വീട് എവിടെ? എന്റെ വീട്. അയ്യോ, ബസ് വന്ന്. അതൊക്കെ പോലീസിനോട് ചോദിച്ചാൽ മതി. ഹലോ, പുളിക്കൽ മാത്യു. സാറേ, ഇതൊന്ന് ശരിയാക്കി തരണേ. അയ്യോ, ഇത് കുറച്ച് താമസം എടുക്കില്ലമ്മേ. ഒരത്യാവശ്യം ഉണ്ടായിരുന്നു. അതെ, നമുക്ക് വല്ല വരവുണ്ടെങ്കിൽ നിങ്ങളുടെ പോക്കൂരിനെ കുറിച്ച് ഞാൻ ആലോചിക്കാം. മനസ്സിലായില്ല. അയ്യോ, ഇതൊക്കെ എന്നാ മനസ്സിലാക്കാനാ അമ്മേ? 1 മാസം കഴിഞ്ഞു വാ, എന്നിട്ട് ആലോചിക്കാം. അതൊരു ഫാഷന് വേണ്ടി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന. അതെ, അവിടെ നോക്കിയെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പോക്കൂര് നടക്കുകയല്ല. 100 ഉലുവയോ? ഒരു 15 ദിവസം കഴിഞ്ഞു വാ. അമ്മച്ചി എന്നാ ചിന്തിച്ചോണ്ടിരിക്കും? അമ്മച്ചി സമയം കളയാതെ എന്താന്ന് വെച്ചാ ചെയ്യ്. 500 എങ്കിൽ 500 പെട്ടെന്ന് ശരിയാക്കി തരാം കേട്ടോ. അമ്മച്ചി അവിടെ ചെന്നിരുന്നു. ഒരു പോക്കുവരവന്റെ അപേക്ഷ ഉണ്ടായിരുന്നു, ഒന്ന് സൈൻ ചെയ്ത് തന്നായിരുന്നു കൊള്ളായിരുന്നു. ഞാനൊന്ന് പരിശോധിക്കട്ടെ. ബാബു രജിസ്റ്റർ ഒക്കെ നിർത്തുണ്ടോ? അല്ല, അവര് പുറത്ത് വെയിറ്റ് ചെയ്യോ സാർ. ബാബു, അവരോട് മുറപ്രകാരം വരാൻ പറ. അയ്യോ,
അവർക്ക് എന്താ അത്യാവശ്യം വന്നാ സാറേ പറഞ്ഞാൽ അത് തന്നെയല്ല എനിക്ക് ഇച്ചിരി വേണ്ടപ്പെട്ട ആളും കൂടെ ആന്നേ. എന്റെ ബാബു എന്തായാലും ഇത് പരിശോധിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വരാൻ പറ, നമുക്ക് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ടേ നമുക്ക് ചെയ്തു കൊടുക്കാം. താമസിപ്പിക്കത്തില്ല, എന്റെ മുറയ്ക്ക് ചെയ്തു കൊടുക്കാം. നടന്നോ ചേട്ടാ? ശരിയായിരുന്നേ, ഒരു മോഷണം സ്വഭാവം. അമ്മച്ചേക്ക് വന്നേ. അതെ, ഈ വില്ലേജ് ഓഫീസർ ഒരു നേർവഴിക്കാരനാണ്. അയാളെല്ലാം നേരായിട്ടേ ചെയ്യുള്ളൂ. അതുകൊണ്ട് അമ്മച്ചി ഒരു 7 ദിവസം കഴിച്ചിട്ട് വാ. അപ്പൊ ഞാൻ തന്ന പൈസ ഞാനിവിടെ വരവ് വെച്ചില്ലേ അമ്മേ? അതെങ്കിൽ തിരിച്ചു വരവ് വെച്ചേരെ. ആണോ? അതെ, ഇനി ഈ കാര്യത്തിന് ഇങ്ങോട്ട് വന്നോന്നില്ല കേട്ടോ. ഓക്കോ. ഇത് രാജന്റെ വീടാണോ? അതെല്ലോ. കുഴപ്പം വല്ലതും ഉണ്ടോ ഏമാനെ? അവനെ എനിക്കറിയില്ല. അവനെ എന്ത് വെള്ളം ചെയ്തോ? അവനെന്റെ മോനെ അല്ല. അവനെ ചവിട്ടി വിധിക്കോ? അവൻ ഒരു കാലത്ത് നന്നാവൂല സാറേ. കണ്ടോ സാറേ, ഉണ്ട ചോറിന് പോലും നന്ദി കാണിക്കാത്തവനാ. അവനെന്റെ മകനെ അല്ല. സാറ് അന്വേഷിക്കുമ്പോ കിട്ടിയ അവനെ ആ ചവിട്ടി മെതിച്ച് കുടിലിട്ട് ഒന്ന് നിന്നേ. നിക്കാൻ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിരുന്നോ? അതല്ലോ. അതിനുള്ള എൻക്വയറിക്ക് അപ്പൊ ഞാൻ വന്നിരിക്കുന്നത്. ഉണ്ടെങ്കിൽ അവനോടൊന്ന് വരാൻ പറ. സാറേ നമസ്കാരം സാറേ, ഞാനാണ് പാർത്ഥൻ. പാർത്ഥൻ? അതെ സർ. പരമശിവൻ നിങ്ങളാണോ? അതെ സർ. എന്താ നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്? 20/12/85. റേഷൻ കാർഡ് ഉണ്ടോ? ഉണ്ട് സാറേ. എന്നാ കൊണ്ടുപോവാ. ഇന്ന സർ റേഷൻ കാർഡ്. ശരി, ഞാൻ പോന്നു. സാറേ എന്താ? പാസ്പോർട്ട് എപ്പോ കിട്ടും? കുറച്ചു ദിവസം ആവും വരാൻ. ശരി സാറേ. ഇല്ലെങ്കിൽ കാശിങ്ങട് മര്യാദക്ക് കാശിങ്ങെടുക്കടാ. എന്നാ സാറ്? വിട്ടോ വിട്ടോ. തനിക്കെന്താടോ? അവന് സൈഡാക്കാൻ പറ. സാറേ ഇവന്റെ അടുത്ത് പേപ്പറെല്ലാം ഉണ്ട്. പേപ്പറൊക്കെ ശരിയാണെന്ന് എനിക്കറിയാടോ. താക്കോല് വേണമെങ്കിൽ 500 രൂപ തന്നിട്ട് പോ. എന്റെ 400 ഉള്ളു ചേട്ടാ. ആടോ എന്താടാ നിന്റെ അപ്പം ഭയങ്കര കൈക്കൂലിക്കാരനാണല്ലോ. 100 രൂപ കുറവാണത്ര. സാരമില്ല, താക്കോൽ എടുത്തുകൂട്. ഇന്നാ സാറേ താക്കോല്. താൻ എന്തായി ചെയ്യുന്നത്? മൊബൈലില് പടം പിടിച്ചോണ്ടിരിക്കുവായിരുന്നു. പിടിച്ച് ഞാൻ പറയുന്ന പോലെ ചെയ്യുവാണെങ്കിൽ അച്ഛനെ കഷ്ടപ്പെടുന്നൊക്കെ ഞാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാം. അതും അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരെ കാണിക്കാം. എടോ ഗോപാല. എന്താ സാറേ? കണ്ടോ, അന്ന് ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞതാ, മകന് പകരം മാരകത്തെയാ ഉണ്ടാക്കിയിരിക്കുന്നവള്. അച്ഛന് പണി തരാൻ നോക്ക. അതൊക്കെ വിട്ടേക്ക് സാർ. എല്ലാ പിള്ളേരും ഇങ്ങനെയൊക്കെ തന്നെ. നമ്മളതൊന്നും ശ്രദ്ധിക്കാൻ പോകണ്ട. ഗുരുത്തം കെട്ടവനെ, നിനക്കിപ്പോ എന്താ വേണ്ട? കാശ് വേണം, കാശ്. ഞാൻ പൈസ തരില്ല. സ്ഥലം കാലിയൊക്കെ. സ്വന്തം മോനോട് ഇങ്ങനെ നുണ പറയാതെ. ഇന്നത്തെ കളക്ഷൻ എത്ര ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കുള്ളിങ്ങ് തന്നേക്ക്. നിനക്കുള്ളത് ഇതെന്താണോ? നിന്റെ അപ്പൂപ്പന്റെ സ്വത്താണോ? 1 മണിക്കൂർ ഇവിടെ വന്ന് നിന്ന് നോക്കടാ. അടി മുതൽ മുടി വരെ കത്തും. മൂത്രം ഒഴിക്കുമ്പോ വിവരം അറിയും. അപ്പൊ അറിയാം അതിന്റെ കഷ്ടപ്പാട്. അവിടെ എന്താ നോക്കുന്നേ? എന്താടാ നോക്കുന്നേ? അവരും ഞങ്ങള് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവര് വണ്ടി നിന്നതിന് ശേഷം മേടിക്കും, ഞങ്ങൾ വണ്ടി നിർത്തി മേടിക്കും. ഒരു വ്യത്യാസമുണ്ട്. എന്തേ? അവര് യൂണിഫോം ഇടാതെ ഭിക്ഷ എടുക്കുന്നു, നിങ്ങൾ ഇട്ടോണ്ട് ഭിക്ഷ എടുക്കുന്നു. തെറ്റാടാ. നീ ഞങ്ങൾക്ക് മകനായി ജനിച്ചതാണ്. അത് 20 വർഷം മുമ്പ് ചിന്തിക്കണമായിരുന്നു. നാളെ എന്റെ പിറന്നാള് 27 വയസ്സാകാൻ പോവാ. അതിനു വേണ്ടി കാശ് ചോദിച്ചേ. എടാ ചെക്ക, പിറന്നാള് സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് ആഘോഷിക്കണോടാ. അച്ഛനോട് കാശ് മേടിച്ചിട്ടാണ് അവിടെ ആഘോഷിക്കാൻ പോകുന്നത്. എടാ ഞാൻ ഒരു കാര്യം പറയാൻ കേട്ടോ. ഈ യൂണിഫോം ഞാൻ ധരിച്ചിരിക്കുമ്പോഴേ നിനക്ക് മര്യാദയുള്ളൂ. ഇത് ഞാൻ അഴിച്ചാലുണ്ടല്ലോ, പിന്നെ ഒരു നായ പോലും കാല് കവച്ച് വെച്ച് നിന്നെ തിരിഞ്ഞു നോക്കില്ല. എടാ ചന്ദ്ര, ഡ്രസ്സെല്ലാം എടുത്തു വെച്ചോ? എല്ലാം വണ്ടിക്കകത്ത് എടുത്തു വെച്ചേക്ക്. വീടിന്റെ മുന്നിൽ വെയിറ്റ് ചെയ്താൽ മതി. ഈ കാര്യം ആരും അറിയണ്ട. എന്നാ ശരി. സൂപ്പർ മാമ. എന്തോ നടി. അപ്പൊ നാളെ നമുക്കൊരു പ്രശ്നം വന്നാ എന്നെയും കൂട്ടിക്കൊണ്ടു പോവല്ലേ? ഏയ് ഇങ്ങോട്ട് നോക്ക്, നിനക്കൊരു കഷ്ടപ്പാടും ഉണ്ടാവില്ല. സിഗ്നല് കാട്ടിയാ മതി, പറന്ന് ഞാൻ വരല്ലേ? എടി കഴുതേ, അവരുടെ പ്രശ്നം വേറെയാ, നമ്മുടെ കാര്യം പോലെയല്ല. നിന്റെ അച്ഛൻ സത്യസന്ധനാ. അദ്ദേഹം ചോദിക്കുന്നത് ഞാൻ കൊടുത്താ, ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം തരും. എന്നാ പോയിട്ട് വരട്ടെ. അത്രേ ഉള്ളോ? എന്തത്രേ ഉള്ളൂന്ന്? പോയിട്ട് വരാൻ 2-3 ദിവസം ആയില്ലേ? ആവും. അപ്പൊ അതുവരെ ഞാൻ നിക്കാൻ വേണ്ടി എന്തെങ്കിലും തന്നിട്ട് ഓ ശരിയാണല്ലോ, ഞാൻ ആ കാര്യം മറന്നുപോയി. നിന്റെ അച്ഛനോട് 2 രൂപ ചോദിച്ചാൽ 20 തവണ ആലോചിക്കും. ഇന്നാ 50 രൂപ വേണ്ടി വെച്ചു. കാശ് കയ്യിലുണ്ടെന്ന് വിചാരിച്ച ആദ്യം ഇതൊക്കെ വാങ്ങിച്ച് ഇന്നാലുണ്ടല്ലോ ഇടിച്ച് ഞാൻ. ഞാനിതല്ലേ ചോദിച്ചേ. വേറെന്താടി? എന്തോ നടി? എന്തിന്?
ആരുമില്ല, ഇങ്ങോട്ട് വന്നേ. എടി കള്ളി, അവിടെ നിൽക്കുക. ആരാത്? ഞാനിവിടെ ഉണ്ട് മോനെ. ഇങ്ങോട്ട് വാ. അപ്പോയിന്റ്മെന്റ് ഓർഡറിന്റെ കാര്യം. സോറി അച്ഛാ. മിണ്ടാണ്ട് വാ. ലിഫ്റ്റ് ചോദിച്ചത് ഞാനല്ലേ, അപ്പൊ ഞാൻ പറയുന്നത് പാർട്ടി വരുന്നുണ്ട്. എവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയോ അവിടേക്ക് തന്നെ വിളിച്ചു. ഇങ്ങനെ വരാൻ പറ്റില്ല, നീ പോടാ. ആരാടാ പോടെന്ന് പറഞ്ഞേ? ആരാണോ എന്നെ വരാൻ പറഞ്ഞത് അവനെ തന്നെയാണോ പോവാൻ പറഞ്ഞത്? എന്തടാ ഇവന് ജയിലിലും വിട്ട് അവന്റെ മുതല തീയും വാരി എറിഞ്ഞ് എന്റെ കോംപ്ലക്സ് വാങ്ങണ എന്റെ സ്വപ്നവും തകർത്ത്. ആരാടാ നീ? നിന്നെ എവിടെ നിന്നാണ് കിട്ടിയെടുത്തേ? എത്ര പ്രാവശ്യം പറഞ്ഞടാ, ഇതാണ് എന്റെ അച്ഛൻ പുഷ്കരൻ, പാചകത്തിൽ ചാണക്യൻ. ജീവിതത്തിൽ ഒരു നിമിഷം മാത്രമേ വെറുതെ ഇരുന്നിട്ടുള്ളൂ, അത് ഈ ഫോട്ടോ എടുക്കാനാണ്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ എന്റെ അപ്പൂപ്പൻ പ്രമദവനം, അദ്ദേഹത്തിന്റെ ഫോട്ടോ പോലും ഇല്ല. കാരണം അതിന് പോലും നിന്നു കൊടുക്കാതെ അദ്ദേഹം അധ്വാനിച്ചടാ. ഇങ്ങനെ പ്രമദവനവും പുഷ്കരനും ജനിച്ച കുടുംബത്തിൽ ജനിച്ച ഒരു പൂവാണടാ ഞാൻ. എന്നെ ഈ സ്ഥലത്തേക്ക് ഒരു ഹോട്ടല് വെക്കാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് എന്തൊക്കെയാ അവര് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു ദിവസം മുഴുവനും എനിക്ക് കക്കൂസിൽ ജീവിക്കേണ്ടി വന്നു. ഇവന്റെ കഥ കേൾക്കാനാണ് നമ്മൾ ഇവിടെ കുത്തുകല്ല് പോലെ നിൽക്കണത്. ആ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്തെന്ന് ചോദിക്ക്. ഇവന്റെ തലക്കടിക്കുന്നതാണ് അവര് കൊള്ളണം. അല്ല വിഡ്ഢി കുഷ്മാണ്ഡമേ, എന്നെ അടിച്ചാൽ എനിക്കല്ലടാ വേദനിക്ക, അവന്മാർക്ക് എങ്ങനെയാടാ? ഒരു ലോജിക് ഇല്ലാതെ സംസാരിക്കല്ലേ. നിന്നെയൊക്കെ വെറുതെ വിട്ടത് എന്റെ തെറ്റാടാ. കുഞ്ഞളിക്ക് ഇവന്റെ കരച്ചിലേട്ടോ അവൻ പെണ്ണിനെ കൊണ്ട് എത്ര പെട്ടെന്ന് ബുള്ളറ്റ് പോലെ എന്തോ നിന്നെ തല്ലണ സൗണ്ട് കേട്ട അവന്മാര് ബുള്ളറ്റ് പോലെ എത്ര എന്തൊരു മണ്ടത്തരവാടാ. എന്നെ അടിച്ചാല് അവന്മാര് വരുമെന്ന് എന്നെ തല്ലിയിട്ട് പിന്നെ സാരമില്ലെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ ചേർത്തിട്ട് നിങ്ങൾ എന്നെ കാണാൻ വന്നാലും അവന്മാര് എന്നെ കാണാൻ വരില്ലടാ. തീർച്ചയായും അവന്മാര് വരില്ല. വെറുതെ നിക്കല്ലേ, അതെന്താന്ന് ചോദിച്ചൂടെ നിനക്ക്? ചോദിച്ചു. കാരണം അവന്മാരുടെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞാലും ഡോക്ടറിന് മിസ്ഡ് കോളേ കൊടുക്കുള്ളൂ. അവന്മാരൊന്നും എന്നെ കാണാൻ വരില്ലടാ. എടാ കൊടവേ എടുത്തോണ്ട് വാടാ. അവനും കട ഇപ്പൊ സ്കൂട്ടായ അറിയില്ല സാറേ. മുതലാളി ഇതാ ഇതുപോലെ കഴിക്കുന്ന സാധനങ്ങളിലെല്ലാം വിഷം കലർത്തി അവന്മാരെ എല്ലാരെയും തട്ടാനായിരുന്നടാ എന്റെ പ്ലാൻ. വിശ്വാസമില്ലെങ്കിൽ കഴിച്ചു നോക്കടാ, അപ്പോഴേ നിങ്ങൾ വിവരം അറിയൂ. ഇതാരാ പുതിയതായിട്ടൊരാള്? നിങ്ങളെങ്ങനെ ഒന്ന് കഴിച്ചു നോക്ക്. എന്തേ മുതലാളി എനിക്ക് ആളെ മനസ്സിലായ? ആരാടാ ഇയാള്? ഗോഡ്സില്ലയുടെ കളർ ജെറോക്സ് പോലെ ഉണ്ടല്ലോ. ഇനി ഇവനെന്താണാവോ പറയാൻ പോകുന്നേ? അവര് വരുന്നുണ്ട്, നീ പൊയ്ക്കോ. വന്നോ? കറങ്ങി തിരിഞ്ഞ് നിൽക്കാതെ വേഗം പൊടി. അവനെന്തായാലും അറിയില്ലേ. പക്ഷെ നമ്മളതറിഞ്ഞ പാവം നടിക്കാൻ പാടില്ലല്ലോ. മനസ്സിലാവുന്നുണ്ട്. പൊടി. ഹായ് ഹായ് അളിയാ. എത്ര നേരം ഇവിടെ കാത്തു നിൽക്കുന്നു? ഞങ്ങൾ വന്നോണ്ടിരിക്കലായിരുന്നോ? എന്താടാ അളിയാ, നീ എന്തെങ്കിലും കണ്ടല്ലോ? നീ കണ്ടാലും കണ്ടില്ലെന്നല്ലേ പറയത്തുള്ളൂ. ആരാടാ വിളിക്കുന്നത്? അമ്മ. നീ ഇവിടെ വന്നത് അമ്മയ്ക്കറിയോ? അറിയില്ല. അപ്പൊ ആ ഫോൺ ഓഫ് ചെയ്ത് വെക്കാൻ മേലായിരുന്നോ? പ്രഭ വിളിച്ചാലോ? അല്ലളിയാ, നമ്മളിപ്പോ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? കണ്ണൂരാ. ഏത് സ്ഥലം? കണ്ണൂർ. സ്ഥലത്തിന്റെ പേര് തന്നെ ശരിയല്ലോടാ. അളിയാ, 2-3 ദിവസത്തേക്ക് നമ്മൾ തിരിച്ചു വരില്ലേ?
വരാം, വരാതെയിരിക്കാം. ലിഫ്റ്റ് ചോദിച്ചു നിൽക്കുന്നുണ്ടല്ലേ? അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്? പാവം ചേച്ചിയാടാ, പോകുന്ന വഴി നമുക്ക് ഇറക്കി വിട്ടിട്ട് പോവാലോ. കരുണ, നമുക്ക് പോവാടാ. പോവാം. നിന്റെ കാര്യത്തിന് വേണ്ടി തന്നെ പോകുന്നത്. ഞാൻ പറയുന്നത് കേക്ക്, വണ്ടി നിർത്ത്. ഒച്ച ഉണ്ടാക്കലടാ, വണ്ടി നിർത്താം. ചൂടാകാതെ അളിയ, ആരെങ്കിലും സഹായം എന്ന് ചോദിച്ചാ എനിക്കത് ചെയ്തു കൊടുക്കാതെ പറ്റില്ല അളിയ. നീ ആ വണ്ടി ഒന്ന് നിർത്തിയേ. ആ ചേച്ചി പുറകിൽ വന്നിരിക്കേ. ഞാൻ വണ്ടി കേറണോ അതോ നമ്മൾ കേറുന്നുണ്ടോ ചേച്ചി? നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ സംസാരിച്ച് വണ്ടി നിർത്തിയത്. അയ്യോ, വണ്ടി എടുക്കടാ. നന്നായിട്ട് ഗിയറൊക്കെ മാറ്റി നല്ല സ്പീഡായിട്ട് ഓടിക്കടാ. ഞാൻ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി. നീ ഒന്നും മിണ്ടാതെ വാ. നിനക്ക് വേണമെങ്കിൽ പുറകോട്ടിരിക്കാം, നന്നായിട്ട് കാറ്റ് കിട്ടും. നീ എന്റെ അടുത്ത് നടി മേടിക്കും. വണ്ടി ഏതെങ്കിലും കടയുടെ മുന്നിൽ നിർത്ത്. ശരി കരണ. എടാ, സൈഡ് ഡിഷ് എന്തെങ്കിലും മേടിച്ചിട്ട് വാ. അതൊക്കെ ഞാൻ ഏറ്റന്നേ. വേഗം ഒന്ന് ഇറങ്ങിക്കേ. ചേട്ടോ, ഒരു പാക്കറ്റ് കപ്പലുണ്ട്. അളിയാ, എന്താ? ചേച്ചിക്കൊരു ചായ വാങ്ങിച്ചു കൊടുക്കാല്ലേ? പോ. ഹലോ, എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് വേണ്ടി ഒരു ചായ പറയട്ടെ? എന്താടാ? ഒറ്റ വലിക്ക് കുടിച്ചളിയാ. അതിനവളെവിടെ? കാണുന്നില്ലല്ലോ. കാണുന്നില്ലേ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ. എങ്ങോട്ടാ പോയത്? ചേട്ടാ, ഇവിടെ നിന്ന് ആരെങ്കിലും ഇറങ്ങി പോയായിരുന്നു? ഇല്ലേ? ഈ ഇരുട്ടിൽ ഞാൻ ഇനി എവിടെ പോയി തപ്പാനാ? ഇവിടെങ്ങും കാണുന്നില്ലല്ലോ. അളിയാ, അവളെ അടിച്ചിട്ട് ഓടിയടാ. എന്താടാ ഒരു ടെൻഷൻ? ഇടയ്ക്ക് കയറിയവള് ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോയി. ദൈവമേ, വണ്ടി ഒന്നും ഇടിക്കാതെ കൃത്യമായിട്ട് ഇവിടെ എത്തി. എൻ്റെ വണ്ടി ഇവിടെ ഇരിക്കട്ടെ. അങ്ങനെയൊന്നും ഇടിക്കത്തില്ല. ഞങ്ങള് പെണ്ണുങ്ങളെ വളരെ സൂക്ഷിച്ചാ നടക്കുക. ചുമ്മാതല്ല, ഞാൻ കുറെ നാളായിട്ട് വിചാരിച്ചിട്ട് എന്താ നടക്കാം. പറഞ്ഞത്? ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ചെല്ല്. പുതിയ വില്ലേജ് ഓഫീസർ വന്നിട്ടുണ്ട്. അയ്യോ, രേഖ ആളെങ്ങനെയുണ്ട്? നല്ല സുന്ദരനാ. അങ്ങ് തീരുമാനിച്ചോ സുന്ദരനാന്ന്? അപ്പൊ ഇവിടെ ബാക്കി പണിയുന്ന ഞങ്ങളൊന്നും സുന്ദരന്മാരല്ലേ? ഇതാ പെണ്ണുങ്ങളുടെ ഒരു കുഴപ്പം, ഒരൊറ്റ ചിന്തയേ ഉള്ളൂ. ഏതായാലും എന്റെ അത്ര സൗന്ദര്യമൊന്നും അയാൾക്ക് കാണുകയല്ല. പിന്നെ ഒരു സുന്ദരൻ. ചെല്ല് അകത്ത് സൈൻ ചെയ്തിട്ട് വാ. എന്നാ ശരി ഐശ്വര്യറായി. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ആരാ? ബാബു സാർ. ബാബു സാറോ? അല്ല സാർ, എന്റെ പേരാണ് സാർ ബാബു. എന്താ? ഞാൻ ഇവിടുത്തെ വില്ലേജിനാണ് സാർ, ഒപ്പിടാനായിട്ട്. സമയം എത്രയായി? സമയം ഇപ്പം 9:45, 10, 10:30, 10:45. ഒന്ന് ഉറപ്പിച്ച് പറയടോ. 10:45 സാർ. നാളെ മുതൽ കൃത്യം 10 മണിക്ക് ഇവിടെ ഒന്ന് സൈൻ ചെയ്തേക്കണം കേട്ടോ? ഓക്കെ സാർ. ഒപ്പ് സാർ. ശരി. താങ്ക് യു സാർ. ചെല്ല്. വല്ലതും പറഞ്ഞോ? പുതിയ പയ്യനല്ലേ, പുള്ളി എന്റെ സഹായം ചോദിക്കുമായിരുന്നു. ഇനി പുള്ളീനെ കൊണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി. ഓ പിന്നെ അതെ, പിന്നെ എല്ലാവരോടും കൂടി പറയുക, വില്ലേജ് ഓഫീസർമാർ ഇവിടെ പലരും മാറി മാറി വരും. എന്നാൽ ഈ ബാബു ഇവിടെ എന്നും ഉണ്ടാവും. അതുകൊണ്ട് ആരും അത്ര നെഗളിക്കൊന്നും വേണ്ട. അല്ലേലും പൂച്ചയില്ലാത്തപ്പോ എലിയാണല്ലോ ഇവിടുത്തെ രാജാവ്. സാറേ, അമ്മച്ചി പോയിട്ട് തിങ്കളാഴ്ച അമ്മച്ചി പോവാം. അമ്മച്ചി പെട്ടെന്ന് പോവാം. അയ്യോ, എന്റെ പണി പോയിന്നാ വന്നത്. സാറേ, ചേട്ടനിന്ന് നല്ല കോളാ. അതെന്നും ഉള്ളതാണല്ലോ. നാല് ചായ എടുക്ക്.
അളിയ, എല്ലാരും നമ്മളെ തന്നെ നോക്കുന്നത് പോലെ ഉണ്ടാ. ഉള്ളത് നമ്മൾ 4 പേരാണ്. അതിലാരാ നിന്നെ നോക്കിയേ? ഒരൊറ്റ ഇടി വെച്ച് തന്നിട്ടുണ്ടല്ലോ. അവനൊരാളെ കണ്ടുപിടിച്ചേക്കുന്നു. ആ പറയടാ. നിന്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഓ, അവൻ ഈ നാട്ടുകാരനാണോ? ശരി ശരി, ഞാൻ അവനെ പോയി കണ്ടോളോടാ. ആരാളിയാ? നമ്മുടെ മാധവനാടാ, പൊറോട്ട കടക്കാരനെ. അവൻ ഇവിടെയും കടയുണ്ട്. സബാഷ്, അടിപൊളി മച്ചടാ. ബോസ്, നിന്റെ കല്യാണം ഉറപ്പായടാ. അവൻ ഒരാള് മതിയെന്നേ, 10 പേർക്ക് സമമാ. എല്ലാരും അടിച്ചൊതുക്കില്ലേ? ഏത് വീട്ടിലത്തെ പെണ്ണിനെ പൊക്കണ്ടെന്നൊരു ബോധമില്ലേ നിനക്ക്? പഴനിവേൽ രാമന്റെ മകള്. ഒന്ന് പതുക്കെ പറ. അദ്ദേഹത്തിന്റെ വീടിന്റെ അകത്തേക്ക് പോകാൻ തന്നെ ബുദ്ധിമുട്ടാ. ഇപ്പൊ പെണ്ണിനെ വരെ പൊക്കാൻ പോണെന്നോ? എന്തിനാടാ വഴിയെ പോണ വയ്യാവലിയെ വലിച്ചെടുക്കുന്ന? ഇവന്റെ അമ്മയും അത്ര നിസാരക്കാരിയല്ല. ex-MB കന്യാകുമാരി ജില്ലയിലെ. നമസ്കാരം ചേട്ടാ. അപ്പൊ ശരി എന്നാ പിന്നെ ഇവന്റെ അമ്മ സംസാരിച്ചാ പോരെ? സംസാരിക്കാനൊന്നും സമയമില്ലെന്നേ. നമ്മളൊരു 100 പേര് അന്വേഷിച്ചോണ്ടിരിക്കുക. നമ്മളെയോ? പിന്നെ അല്ലാതെ. ഞാൻ എപ്പോഴാ നിങ്ങളോടൊപ്പം ചേർന്നത്? ഇപ്പൊ ചേർന്നില്ലേ? ഇനി നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കും പങ്കുണ്ട്. കഴിക്കടാ. സ്വന്തം നാട്ടിലുണ്ടെങ്കിൽ നന്നാവില്ല എന്ന് കരുതിയ 100-300 കിലോമീറ്റർ ദൂരം ഇങ്ങോട്ട് വന്നത്. ഇവിടെയും വന്നല്ലോ നിങ്ങള്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയില്ലേ? നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റൂല്ലയോ? ഒരു ഹോട്ടലിന്റെ ഓണറായ നിനക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ. എടാ, ഞാൻ നിന്നോട് പറഞ്ഞോ ഹോട്ടൽ മുതലാളിയാണെന്ന്? ഞാൻ നിന്നോട് പറഞ്ഞോ? ഇല്ല, എന്തിനാടേ? തൽക്കാലം ഇതിനെ കുറിച്ച് ആരോടൊന്നും പറയല്ലേ. ഇവിടെ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഞാനിതാ വന്നു. നമസ്കാരം ചേട്ടാ, എന്താ കഴിക്കണ്ടേ? 2 പൊറോട്ട. ചേട്ടന് 2 പൊറോട്ട. നീ കണ്ടില്ല അളിയാ, ആ പെങ്കൊച്ചിന്റെ അച്ഛനാണെന്നാ തോന്നുന്നത്. ഇവനെ അവിടുത്തെ ഡ്രൈവറാണ്. ഡ്രൈവറിന് തന്നെ ഇത്രയും ചാടയോ? അപ്പൊ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം എന്താണോ എന്തോ. കണ്ടാത്തിന് പേടിയാവുന്നു. എടാ പോരെ, എങ്ങോട്ടാ? എടാ പോരെ, ഞാൻ പറയുന്നത് കേക്ക്. എങ്ങോട്ടാ ഈ പോണെ? എന്റെ അമ്മോ, എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്. എടാ, അതല്ല 2 പേരും ഒന്നായിട്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ എന്തിനാ വിറക്? എറിഞ്ഞളടാ. എടാ, നിന്നോട് ഒരു പ്രത്യേകം പറയണോ? ശരി അണ്ണാ. ഇതെല്ലാം ആരുടെ പണിയാണോ ആവോ? ചേട്ടാ, നീ കൊടുത്ത വിറക് തിരിച്ചു വന്നല്ലോടാ. നീ പോയിക്കോ ഇനി. സാറേ, എനിക്കൊന്നും അറിയില്ല. സാറേ, എനിക്കൊന്നും അറിയില്ല പറഞ്ഞില്ലേ? ഞങ്ങളുടെ ഒപ്പം വരില്ലെന്നല്ലേ പറഞ്ഞത്. പിന്നെന്തിനാ ഇപ്പൊ വന്നത്? ഓ, ഇവിടെ നിൽക്കണ്ട. നിങ്ങൾ എല്ലാവരും ചേർന്നിട്ട് പൊട്ട കളിപ്പിക്കാൻ നോക്കുക. ഒന്ന് തന്നോണ്ടല്ലോ. വെറുതെ വായിക്കൊണ്ടൊന്ന് പറയിപ്പിക്കില്ല. ഞാൻ അവനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അങ്ങനെ ശബ്ദിച്ചു പോകരുത്.
ഞാൻ അന്നേ പറഞ്ഞില്ലേ നീ തന്നെ വന്ന് പെട്ടുപോകുന്നു. നമ്മൾ ഈ ബസ് കയറിയിട്ട് ഇപ്പൊ കൊറേ നേരമായി കാണൂലേ? എന്താടാ കുറച്ചും ഈ സീറ്റിലിരുന്ന് ഒരു പെൺകുട്ടിയുടെ കൊടുത്തപ്പോ ആ പെൺകുട്ടി കിളവിയാ. അത് കിഴവി തന്നെയാ. എന്ത് അതെല്ലോടാ അപ്പൊ പെണ്ണ് മുതലാളി. ഹലോ ശരവണ. പറഞ്ഞില്ലേ ജീവനടനുണ്ട്. പറയും മുതലാളി. നിങ്ങൾ എവിടെ ഉള്ളതാ? അത് ഈ ബസ് ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോഴേക്കും മുതലാളി ഒരു ദോശയും സാമ്പാറും ഒക്കെ കഴിച്ചിരുന്നു. എടാ മുതലാളി കഴിച്ചു തരുമ്പോഴേക്കും നമ്മുടെ എല്ലാ ബാഗ് ഉണ്ടാവണം. കിട്ടിയില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മുതലാളി കൊണ്ട് തീറ്റിക്കാം. അത് നീ എടുത്തോളൂ. ഇനിയും ഒരു ദോശയും കൂടി പോയി എടുത്തോണ്ട് വാടാ. അയ്യോ ദേടാ പിന്നെ മുതലാളി വിളിക്കണ്ട. ഇങ്ങതാ ഞാൻ സംസാരിക്കാം. അല്ല അവിടെ എന്താ ഒരു ശബ്ദം? അല്ല മുതലാളി എന്തിനാ പിന്നെ വിളിച്ചേ? ദോശ ഇല്ലെന്നേ, ഭൂരിയും മസാലയും ഉള്ളൂ. അതാ കഴിക്കണോ വേണ്ടയോന്നൊരു കൺഫ്യൂഷനിലാണ്. അതിനെ പോലെ ഒച്ചുണ്ടാക്കിയേ. കൺഫ്യൂഷനായ കോയിനിട്ട് നോക്കാറില്ലേ? അല്ല ഞാൻ കൺഫ്യൂഷൻ ആയെന്ന് അവനെങ്ങനെ അറിയാം? മുതലാളി അവൻ അത്രയധികം മനസ്സിലാക്കിയിട്ടുണ്ട്. ശരി ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? കോയിനിട് മുതലാളി. അല്ല അതൊക്കെ ഇരിക്കട്ടെ. ഹലോ, കോയിൻ ടോസ് ഇടാൻ പോലും 10 പൈസ ഇല്ലല്ലോ. ഭൂരി മസാല കഴിക്കണോ വേണ്ടയോ? കോയിൻ ടോസിൽ ഹെഡ്സ് വീഴുമെന്ന് വിചാരിച്ചു, പക്ഷെ നിങ്ങളുടെ ഹെഡിൽ വന്ന് വീഴുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ഏയ് കേറി വാടാ. അല്ല അങ്ങനെ തീർന്നു വെച്ചാൽ എങ്ങനെയാ? അലക്കി തീരണ്ട്. ആ തോർത്ത് എടാ ശരത്തെ, നീ എപ്പോ വന്നു? എന്തൊക്കെ ഉണ്ടാ? ഇപ്പഴാ വീട്ടിലേക്ക് വന്നത്. ഞാനാ കൂട്ടിക്കൊണ്ട് വന്നേ. വാടാ, നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ഡാ ഇതെന്റെ ഫ്രണ്ട് ശരത്ത്. ഞാൻ പറഞ്ഞിരുന്നില്ലേ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കൊടൈക്കനാലില് ഒരേ സ്കൂളില് ഒരേ ബെഞ്ചില് ഒരേ ക്ലാസ്സില്. മതിരാ. ഹലോ ബോസ്, ഞാൻ ചന്ദ്രൻ. എന്റെ പേര് പാർത്ഥൻ. ഹായ്. കുളിക്കുന്ന? എനിക്ക് നീന്താൻ അറിയില്ല. അതൊന്നും വലിയ കാര്യമില്ലെന്നേ. സൈഡിൽ ഇരുന്നൊരു കാക്കക്കുളി കുളിച്ചാ പോരെ. ചുമ്മാ ഇരിക്കടാ. നീ വാടാ, വീട്ടിൽ പോയി കുളിക്കാം. ഇവര് വേണ്ടി ഞാൻ സ്കൂളിൽ എത്ര അടിയുണ്ടാക്കിയിട്ടുണ്ടെന്നറിയോ? നീ എന്തിനാ എത്ര പെട്ടെന്ന് വന്നേ? ഇപ്പൊ വന്ന് കേറിയതല്ല ഉള്ളളിയാ. ഇനിയിപ്പൊ നമ്മളുടെ നാട് മൊത്തം അവനെ ചുറ്റി കാണിച്ചിട്ട് പിന്നെ നമ്മുടെ നാട്ടിലെ സുന്ദരിമാരെയും കണ്ടു കഴിഞ്ഞാൽ സംഗതി കുശാലായി. സമയായി, വേഗം. ഒരു മിനിറ്റ്. I'm Jay. Meenu. BMBA. MBA. Anna University. Bangalore University. നിക്കോളസ് കോളനി. ശിവാജി നഗർ. എനിക്ക് പ്രേമിച്ച് കിട്ടണം, അതാണ് എൻ്റെ ഒറ്റ ലക്ഷ്യം. നിങ്ങൾക്കോ? ഹലോ വെയിറ്റ്. ചികഞ്ഞ് ചോദിക്കുമെന്ന് കരുതണ്ട. ഫ്രാങ്കായിട്ട് ചോദിക്കുന്നത് എൻ്റെ നേച്ചറാണ്. വിശ്വസിക്കുന്നേ. മീനു, ഹലോ. മീനു, അതൊക്കെ പോട്ടെ. എന്ത്? അവിടെ പറഞ്ഞില്ലേ ഈ ലവ് മാരേജ് ഇങ്ങനെയുള്ള ഗ്ലാമർ ടോപ്പിക് ഒന്നും നമുക്ക് വേണ്ട. ഗുഡ്.
വേണമെങ്കിൽ ഞാൻ ഇതൊക്കെ ഒരു 70-80 വയസ്സ് വരുന്ന മുത്തശ്ശിയോട് സംസാരിക്കാം. ദൈവങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിക്കും, പാപപുണ്യങ്ങളെ കുറിച്ചൊക്കെ ഞാനും പറയാം. ഡൽഹി വരുന്നുണ്ടോ ഇല്ലയോ, നമ്മൾ രണ്ടുപേർക്കും മുടി തറയ്ക്കും. ഹലോ, ഗ്ലാമർ ആയിട്ട് സംസാരിച്ചാൽ മാത്രം യൂത്ത് ആവില്ല. വിവേകാനന്ദനെ പോലെ യൂത്ത്ഫുൾ ആയിട്ട് സംസാരിക്കാൻ എത്രയോ കാര്യങ്ങളുണ്ട്. താങ്ക്സ്. എന്തിനാ ഡൽഹി വരെ എന്റെ കൂടെ വരാൻ വിശ്വസിച്ചതിന്. ഞാൻ നിങ്ങളോടുള്ള വിശ്വാസത്തിലല്ല വരുന്നത്, ഞാൻ എന്നോടുള്ള വിശ്വാസത്തിൻ പേരിലാണ് വരുന്നത്. എന്തോന്നാ മേഡം നിങ്ങൾ ഇങ്ങനെ? നമ്മൾ വണ്ടി കറക്റ്റായിട്ടാ ഓടിക്കുക, പക്ഷെ ഓപ്പോസിറ്റ് വരുന്നവൻ തെറ്റായിട്ട് വന്നിടിച്ചാലോ? ആക്സിഡന്റ് അല്ലേ? മനസ്സിലായില്ല. നിങ്ങളുടെ വണ്ടി ആക്സിഡന്റ് ആവാതിരിക്കണമെങ്കിലേ ഞങ്ങളെ വണ്ടിയും കറക്റ്റായിട്ട് ഓടിക്കണം മാഡം, അല്ലേ? വാട്ട് ഡു യു മീൻ? പിന്നല്ലാതെ എന്നെ വിശ്വസിക്കാതെ നിങ്ങൾക്ക് കളിയാക്കാം. ഞാനും നല്ലൊരു കുടുംബത്തിലെ പയ്യനാണെന്ന് പയ്യന് മനസ്സിലായിക്കോളും. ഇൻഫാക്ട് എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ ചാരിത്രം നഷ്ടപ്പെടുത്താത്തവനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരൊക്കെയോ? മറ്റുള്ളവർക്കൊക്കെ കല്യാണം കഴിഞ്ഞില്ലേ. ഐ ആം സ്റ്റിൽ സിംഗിൾ. തള്ളു മോളെ. അയ്യോ, പാല്, പഴം, പൂവ്, കട്ടില്, കിടക്ക, പിന്നെ ഒരു പെണ്ണ്, എല്ലാം കൂടി ലൈവ് ആണല്ലോ. അതിനെന്താ ഇപ്പോ? സത്യത്തില് ട്രെയിനില് ഹണിമൂണിന് ഇതുപോലെയുള്ളൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാവുന്നുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഇല്ലാതെ പോയി. നിങ്ങൾക്കോ? ഹലോ, കോമഡിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അങ്ങനെയല്ല, നിങ്ങൾക്ക് കേട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോന്നാ ചോദിച്ചത്. അല്ല അത് പിന്നെ. ഹലോ, ഞാൻ ഇവിടെ ഉള്ളത്. ഇറ്റ്സ് ഓക്കെ. മെല്ലനെ മെല്ലനെ, കെയർഫുൾ. ഇതുപോലെയുള്ളൊരു സ്ഥലത്ത് വന്നപ്പോഴേ നമ്മുടെ ശരീരത്തിനൊരു എനർജി. എന്താ ഇതൊക്കെ? DTR വന്ന് നോക്കുവാണെങ്കിൽ കുറച്ച് ലൈവ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. എങ്ങനെയുണ്ട്? ഈ ഡ്രസ്സിൽ നിന്നെ കാണാൻ ഒരു ഭംഗിയില്ല, വൃത്തികേടായിട്ടുണ്ട്. കറക്റ്റ് കറക്റ്റ്. ഞാനൊരു കൊച്ചു പയ്യനല്ലേ, അതുകൊണ്ടാ എനിക്ക് ഈ ഡ്രസ്സ് സെറ്റ് ആവാത്തത്. നീ വേണേ ആ പട്ടുസാരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, കാണാൻ നല്ല പെണ്ണുങ്ങളെ പോലെ ഉണ്ടാവും. പോലീസ് വന്ന് നോക്കിയാൽ ചെറിയ പയ്യനെ പിടിച്ച് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് നിങ്ങളെ അറസ്റ്റ് ചെയ്യാനും കൂടി സാധ്യതയുണ്ട്. നീ പറഞ്ഞ തമാശക്ക് ഞാൻ നല്ലോണം ചിരിച്ചു. മതിയായല്ലോ. വല്ലാത്ത വാരാണല്ലോ വാരിയത്. അതെ മീനു, സത്യത്തിൽ ഇവിടെ ഒരു ഹസ്ബൻഡും വൈഫും വന്നാ എന്താ ചെയ്യാ? എന്റെ അമ്മോ, എന്താ ചെയ്യാന്ന് മാത്രമല്ലേ ചോദിച്ചുള്ളൂ. ഇതിന് പോയിട്ടാണോ കാലിലൊക്കെ വീഴുന്നത്? കുഴപ്പമില്ല കുഴപ്പമില്ല. ഇതൊക്കെ ഓവറായിട്ട് തോന്നുന്നില്ല നിനക്ക്? അങ്ങനെയൊന്നും ഓവറായിട്ട് തോന്നുന്നില്ലല്ലോ. നോക്കടാ. എന്തിനു വേണ്ടിയാ ഡൽഹിയിലോട്ട് പോകുന്നത്? ഹലോ, നിങ്ങളോടാ. ഇന്റർവ്യൂ. ഓ, ഏത് കമ്പനിയാ? ഇന്റർ കോർപ്പറേഷൻ. ഇന്റർ കോർപ്പറേഷൻ. ഓ, അതെ, DTR വന്നെന്ന് തോന്നുന്നു. മറക്കല്ലേ, നിങ്ങൾ ഭർത്താവും ഞാൻ ഭാര്യയും. ഹലോ, എന്താ? ഞാൻ ഭാര്യ, നീയാണ് ഭർത്താവ്. ചെല്ല്. അയ്യോ ചെറുക്ക,
എന്താടാ വാതിലും തട്ടിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞേക്കുന്നത്? അല്ല, നിങ്ങൾ പുതിയതായിട്ട് കല്യാണം കഴിച്ചുകൊണ്ട് പല കാര്യങ്ങൾ കാണുമല്ലോ, അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് പുറംതിരിഞ്ഞു നിന്നത്. കേട്ടില്ലേ? പക്ഷേ സാറേ, ഞാൻ ഒന്നും കണ്ടിട്ടില്ല സാറേ. എടാ മോനെ ഡീസന്റ്, നീ വിചാരിക്കുന്ന പോലെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. എന്ത്? ഒന്നും സംഭവിച്ചില്ലേ? ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞില്ലേ? എന്നാ പിന്നെ വേഗം ചെന്ന് ഒരു ഡോക്ടറെ കണ്ടുകൂടെ സാറേ? എന്തായാലും മോശമായി, ആ ചേച്ചിയുടെ ജീവിതം പാഴായി. ഇങ്ങനെ ഡയലോഗ് ഇടുന്നതിന് കുഴപ്പമില്ല, പ്രധാനമായ കാര്യത്തിന് ഒരു കാശും കൂടില്ല. ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്. ആദ്യം തന്നെ ഈ പെണ്ണിന്റെ അഡ്രസ് ഒന്ന് വാങ്ങണം. എപ്പ കണ്ടാലും ഇവള് അമ്മയും അച്ഛനും ഇല്ല, അമ്മയും അച്ഛനും വീട്ടിലില്ലെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കടാ. ഇവളുടെ അഡ്രസ് വാങ്ങിയേ തീരൂടാ. പൊട്ടത്തരം പറയാണ്ട് മിണ്ടായിരിക്കണ്ട, ഒരു കുത്തിയാൻ വെച്ചേരി ഞാൻ മുണ്ടോട്ട് പോടാ. കേട്ടല്ലോ, പെൺകുട്ടികളൊക്കെ വരുന്നുണ്ട്, നന്നായിട്ട് ശ്രദ്ധിക്കുക, മിസ്സാവല്ലേ. ഓക്കെ. അളിയാ, എങ്ങനെയും കണ്ടുപിടിക്കണം. ചിങ്ങമാസം വന്നു ചേർന്ന വന്ന് ജോലി നോക്കണ്ട, പാട്ട് പാടാൻ കേട്ടാ. നമ്മളെ കൊണ്ട് ആർക്കും ഡൗട്ട് വന്നാൻ പാടില്ല, അതുകൊണ്ടല്ലേ ഞാൻ പാട്ട് പാടുന്നത്. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി. മോനെ കണ്ടില്ലേ? ഹലോ ചേട്ടാ, എല്ലാ പെൺകുട്ടികളും പരീക്ഷ എഴുതാൻ വേണ്ടി അകത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. എന്നാൽ ആ പെണ്ണിനെ മാത്രം ഇതുവരെ കണ്ടില്ലല്ലോ ചേട്ടാ. ആ, എങ്ങനെയാലും കണ്ടുപിടിക്കാൻ ചേട്ടാ, പേടിക്കണ്ട. ആ പെണ്ണിനെ കണ്ടുപിടിക്കാനാണ് നമ്മളൊക്കെ വന്നിരിക്കുന്നത്. നമ്മള് വേണം അവളെ കണ്ടുപിടിക്കാൻ. അപ്പൊ മുതലാളിക്ക് കാര്യമാവും. നീ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞ? എന്റെ അടുത്ത് നല്ലൊരു ഐഡിയ ഉണ്ട്. ഞാൻ ഇവിടുത്തെ സ്റ്റുഡന്റിനെ പോലെ ഉള്ളിൽ പോയിട്ട് ആ കുട്ടിയുടെ മുഴുവൻ ഡീറ്റെയിൽസും ഞാൻ കളക്ട് ചെയ്തിട്ട് തിരിച്ചു വരാലോ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇവനൊക്കെ സ്റ്റുഡന്റാന്ന് പറഞ്ഞ ആര് വിശ്വസിക്കാനാ? എടാ, ഇവൻ ഇംഗ്ലീഷ് നല്ല സൂപ്പറായിട്ട് സംസാരിക്കും. ഇവനെ വിട്ടാലോ? കൊള്ളാമച്ചാനെ, കൈയെടുക്കടാ. അയ്യോ, ചോദിച്ചപ്പോഴേക്കും ടൈ കിട്ടിയല്ലോ. ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയില്ല. ദൈവമേ, കഴുത്തിലെങ്ങനെ കുരുങ്ങി ചത്തുവോ പണ്ടാറടക്കാൻ. ഹലോ കുട്ടി, എവിടെ പോവാ? സാർ പൊക്കോളൂ. സാർ, ഗുഡ് മോർണിംഗ് സാർ. വെരി ഗുഡ് മോർണിംഗ്. പറയണം, എന്താ കാര്യം? സാർ, ആക്ച്വലി ഐശ്വര്യ എക്സാം എഴുതുന്നത് അറിഞ്ഞിട്ട് അവളെ ഒന്ന് കണ്ടിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു വന്നതാ. ബട്ട് ഐസ് നോ കം സർ. അവന്റെ ഒരു പോക്ക്. എനി പ്രോബ്ലം? ആരാണെന്ന് അറിയില്ല. കുറെ അലവലാദികള് ഐശ്വര്യനെ പഠിക്കാൻ സമ്മതിക്കാതെ വെറുതെ ശല്യം ചെയ്തോണ്ടിരിക്കുക. അവന്മാർ ഒരുത്തരങ്ങൾ എന്റെ കയ്യിൽ കിട്ടിയാൽ മതി, കൊല്ലാതെ വിടില്ല ഞാൻ അവനെ. എന്നെ കുറിച്ച് അവന്മാർക്കൊന്നും ശരിക്കും അറിയില്ല, ഞാൻ പറഞ്ഞേക്കാം. കൊണ്ട് തല വെച്ചല്ലോ ദൈവമേ. ഒടുക്കത്തെ ഇംഗ്ലീഷാണല്ലോ ഇയാൾ പറയുന്നത്. എന്താ തിരിച്ചു പറയേണ്ടെന്ന് അറിയില്ല ദൈവമേ. കഷ്ടപ്പെട്ട് പഠിക്കുന്ന പെൺകുട്ടികളെ പൂവാലം വരച്ച് എന്നെ ശല്യം ചെയ്യാണോ? സോറി, ടെൻഷനില് ചെറുതായി ഞാനൊന്ന് എമോഷനായി. ചെറുതായിട്ടാ? പറയൂ, ഐശ്വര്യയുടെ ആരാ നിങ്ങള്? സാർ, ഞാനാണ് ഐശ്വര്യയുടെ ക്ലാസ്മേറ്റ്. സാർ, ചെറിയ വയസ്സില് 5ാം സ്റ്റാൻഡേർഡില് ഞങ്ങൾ രണ്ടുപേരും ഒന്നായിട്ടാ പഠിച്ചത്. ഏത് നാട്ടിലാണാവോ? ഊട്ടിയില് സാർ. ഊട്ടിയിലോ? ഊട്ടിയിലാണ് സാർ. ഓഹോ, ഗുഡ് മോർണിംഗ് സാർ. അവരെല്ലാം നമ്മുടെ ഓൾഡ് സ്റ്റുഡൻസാ. അതെ സാർ. നിന്റെ മോന്ത കണ്ട കോൺവെന്റിൽ പഠിച്ച പോലെ തന്നെ ഉണ്ട്. വേഗം വാ, അവിടെ പിടിക്കേ, വേഗം ചെന്ന് പിടിക്കാൻ. നാണം കെട്ടവനെ. എന്തോന്ന് ഇംഗ്ലീഷ് അറിയാം. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യ്, ഫോൺ ഓൺ ചെയ്യ്, മുത്തശ്ശൻ ഡെത്തായി, ഇതൊക്കെ ഇംഗ്ലീഷ് ആണോടാ? ഇതൊക്കെ എനിക്കറിയാം. അവന്റെ ഓട്ടം കണ്ടില്ലേ? കണ്ടില്ലേ അവന്റെ ഇംഗ്ലീഷ്? അവനെ കേട്ടണ്ട, വണ്ടി വിടറാ, വേഗം വിടറാ, ചവിട്ടി വിടറാ, വിട്. സാർ, സാറേ പ്ലീസ് എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? ആ, കേറിക്കോളൂ. താങ്ക്സ്. എന്റെ കാറായി. പാവല്ലേ, പ്ലീസ്. നമ്മുടെ കാറാന്ന്, കേറിക്കോ. ആ, കേറി വാ. നിങ്ങൾ ടെൻഷൻ ആവണ്ട, വണ്ടി എടുക്ക്. അവരെന്താ വിചാരിക്കുക? നീ ഇങ്ങനെയൊക്കെ പറയില്ലേ? അവര് നമ്മളെ പോലെ ലവേഴ്സാന്നേ, തെറ്റിദ്ധരിക്കുന്നില്ലെന്നേ. ഞങ്ങളെ കണ്ടിട്ട് ലവേഴ്സ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഓ സോറി മാഡം, ലവേഴ്സ് ആണെന്ന് തെറ്റിദ്ധരിച്ചു. ഹസ്ബൻഡ് വൈഫ് അല്ലേ? ഇത് രണ്ടും അല്ലാതെ ലോകത്ത് വേറെ ബന്ധങ്ങളൊന്നും ഇല്ലേ? ഓ, അമ്മയും മോനും അല്ലേ? സോറി മാഡം, അച്ഛനും മോളും പോലെ എനിക്ക് തോന്നുന്നേ. എന്റെ അമ്മോ, എനിക്കൊന്നും അറിയത്തില്ല എന്റെ പൊന്നു സാറേ. സാറേ, ഞാൻ മിണ്ടായിരുന്നോളാം, അതായിരിക്കും നല്ലത്.
പ്ലീസ് സാറേ, എന്നെ കൊണ്ട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. ഇന്ന് എന്റെ പ്രേമത്തിന്റെ 1ാം വാർഷികമാണ്. താങ്ക് യു. പിന്നെ എന്റെ ലവ് എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റാ. ഒന്ന് വെറുതെ ഇരിക്ക്. ബ്രോ എന്താന്ന് ചോദിക്കൂ ബ്രോ. മാഡം നിങ്ങളെങ്കിലും ചോദിക്ക്. പറഞ്ഞോളൂ. ജനറലായിട്ട് ലവ് എന്ന് പറഞ്ഞ ഒരു പെണ്ണും ചെറുക്കനും കാണുമ്പോൾ സംസാരിക്കും, പിന്നെ അടുക്കും, അതിനുശേഷം കല്യാണം, പിന്നെ ഹണിമൂണ്, അതിനുശേഷം ഇങ്ങനെ കലക്കി കലക്കി. ഞങ്ങളുടേത് എൻ്റെയർലി ഡിഫറെന്റാ. ആദ്യം തന്നെ കലക്കി കലക്കി. ഇൻട്രസ്റ്റിംഗ് ആയല്ലേ? ബാക്കി ഞാൻ പറയാം. കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഇതേ മലയുടെ മുകളിൽ ഇവള് ചാടാൻ വേണ്ടി ഒരുങ്ങുമായിരുന്നു. ചാവാനുള്ള ഇവളുടെ തീരുമാനം വളരെ സ്ട്രോങ് ആയിരുന്നു. അത് അവളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഇവള് ചാടാൻ പോകുന്ന സമയം കറക്റ്റായിട്ട് ഓടി വന്ന് ഇവളെ കെട്ടിപ്പിടിച്ച് എന്തായാലും ചാവാൻ പോവില്ലേ, അതിനു മുമ്പ് എന്നെ ഒരു തവണയെങ്കിലും സൂപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബലാത്സംഗം ചെയ്യാൻ തുടങ്ങി അവളെ. 4 മണിക്കൂർ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിന്റെ ആഗ്രഹം നടക്കില്ലെന്ന് എന്നോട് പറയുന്നു. നീ ജീവനോടെ ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഞാനും പറഞ്ഞു. അത് കേട്ട ഉടനെ അവള് ഷോക്കായി. ഇതിന്റെ ഒരു ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാ, ഇവക്ക് ഷോക്കായപ്പോ ഇവളിതാ ഇങ്ങനെ കിടന്ന്, ഞാൻ ഇവളുടെ മുകളിൽ ഇങ്ങനെയും. അതിനുശേഷം ഇവക്ക് എന്താ പറ്റിയെന്നറിയില്ല, ഇവളെന്നെ തടഞ്ഞതേയില്ല. ഞാനാണെങ്കിൽ പിടിയും വിട്ടില്ല. ഇവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവസാനം എന്റെ ചരിത്രം നഷ്ടമായത്. ഇയാളുണ്ടല്ലോ സൂയിസൈഡ് ചെയ്യാനാ പോകുന്നത്. ഒന്ന് പോ മേഡം, നിങ്ങൾ വിചാരിച്ച സാറിനെ രക്ഷിക്കുന്നേ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ മേഡം? മേഡത്തിന് എന്നെ പോലെ പെർഫോമൻസ് ഒന്നും ചെയ്യേണ്ടി വരില്ല. ഒന്ന് ടച്ച് ചെയ്താൽ മതി, സാറ് ഫ്ലാറ്റാ. ആളെ കണ്ട അറിയാൻ മേലെ. ആദ്യം ഒന്ന് ഇറങ്ങിക്കേ. ഒത്തിരി വലിയ ആളാകാതെ മേഡം. ഇവളും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇപ്പോളെ ഡെയിലി സൂയിസൈഡ് ചെയ്യാൻ പോവെന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കുക. ഒന്ന് താഴെ ഇറങ്ങിക്കോ പ്ലീസ്. മേഡം ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ക്വാർട്ടേഴ്സിന്റെ ഓപ്പോസിറ്റിൽ ഒരു സുന്ദരിയായ പെണ്ണ് നിൽക്കുന്നത് കണ്ടോടാ. നോക്കിയതാ എന്തുവാടേ, വണ്ടി ഇടിച്ചിട്ട് അങ്ങനെ പോവാന്ന് വിചാരിച്ചാ? കണ്ടില്ലേ, ഇൻഡിക്കേറ്റർ, ബാക്ക് ലൈറ്റ് എല്ലാം പോയി. പെട്ടെന്നാണ് 2 രൂപ എടുത്ത്. ടയറിന്റെ റിമും വളഞ്ഞിട്ടുണ്ടോ? ഓ അങ്ങനാണോ? എന്നാ പിന്നെ 2500 പെട്ടെന്ന് താടോ. എന്റെ കയ്യിലില്ല സാറേ. കേട്ടില്ലേ, കാശില്ലെന്ന്. എന്നാ പിന്നെ വണ്ടി ഇവിടെ തന്നെ നിൽക്കട്ടെ. ഒരു കാര്യം ചെയ്യാം, കാശ് തന്നിട്ട് വണ്ടി എടുത്തോ. ലോറിയുടെ നീളത്തിൽ തടി തള്ളിയേക്കും തെറ്റാന്നറിയില്ലേ? ആഹാ, ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. ട്രാഫിക് ഒക്കെ ക്ലോസ് ചെയ്തേ. വേണ്ട സാറേ, പ്ലീസ് വേണ്ട സാറേ. എടാ വിളിക്കടാ. വേണ്ട സാറേ, വേണ്ട. അവനെ അറിയത്തില്ല ഞാൻ ആരാണെന്ന്. അളിയ എന്റെ അടുത്ത് വിട്ടേക്ക്. ഇന്ന് വൈകുന്നേരത്തിലുള്ള കാശ് ഇവന്റെ അടുത്ത് നിന്ന് അടിച്ചെടുക്കാവുന്നേ. ഇതാ സാറേ ഓണർ ലൈനിൽ. പിന്നെ ഫോണിലൊന്നും സംസാരിക്കാൻ പറ്റില്ല, നേരിട്ട് വരാൻ പറ. ദേ കണ്ടില്ലേ, ഫോണിൽ സംസാരിക്കാൻ. എടാ നേരിട്ട് വരാൻ പറയാ. ശരി സാറേ. നമസ്കാരം മാഡം. അവരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും മാഡം. അതെ. എന്താ സാറേ? ഓണറിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് ഇത് ആരാടാ വന്നിരിക്കുന്നത്? ഇത് തന്നെ സാറേ ഓണർ. എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ ഒക്കെ അവിടെ നിൽക്കട്ടെ. വണ്ടി ഇടിച്ചപ്പോ ആള് വടിയായനെ. ഞങ്ങളുടെ കാര്യം ഗോവിന്ദ. ഒന്ന് മിണ്ടാതിരിക്കേ. നിങ്ങളെ കണ്ടറിയാം നല്ല വീട്ടിലെ കുട്ടിയാണെന്ന്. എടാ ഭയങ്കര. ഈ പെണ്ണിനെ കണ്ടപ്പോഴത്തേക്ക് ഇവന്റെ സ്വഭാവം മാറിയത് കണ്ടോ? കണ്ടപാടെ മയങ്ങി വീണത് കണ്ടില്ലേ? അല്ല, ആരോ 4 തെണ്ടിപ്പിള്ളേര് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്ന് ഡ്രൈവർ പറഞ്ഞു. തെണ്ടിപ്പിള്ളേരല്ലേ? ആ ശരിയാ. ഞങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോ അവരങ്ങ് ഓടിപ്പോയെന്നേ. ആ 4 തെണ്ടികളിൽ ഒന്ന് ഇവനാണെന്നുള്ളത് ആ പെണ്ണ അറിയണില്ല. വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ ഈവന്റ് മാനേജ്മെന്റ് ചെയ്യാണ്. ഇതാണ് എന്റെ കാർഡ്. ശരി. അമൃത തങ്കപ്പൻ. നിങ്ങളുടെ ഭർത്താവ് തങ്കപ്പൻ എന്ത് ചെയ്യാ? അതെന്റെ അച്ഛന്റെ പേരാ. ഓ, അച്ഛന്റെ പേരാണോ? നിങ്ങളുടെ പേരെന്താ? അരുൺ കുമാർ. ഇതുപോലത്തെ കളർഫുൾ കാർഡ് നമ്മളും 2 അടിക്കണം. അളിയ ഇവന്റെ വർത്താനം കേട്ടിട്ട് നമുക്ക് വെള്ളം അടിക്കാനുള്ള സെറ്റപ്പ് ഒന്നും കിട്ടുന്നില്ല. തീരുമാനിച്ചിട്ട് ഇറങ്ങിയിരിക്കുക. ഈവന്റ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ A to Z എല്ലാ ജോലിയും ഞങ്ങൾ തന്നെ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കല്യാണാണെന്ന് തന്നെ വെച്ചോ. പെണ്ണും ചെറുക്കനും വന്നാ മാത്രം മതി. മണ്ഡപം തൊട്ട് സദ്യ വരെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. അല്ല, ചെറുക്കനും പെണ്ണും എത്ര പവന്റെ സ്വർണ്ണം ഇടും? ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളില്ലാതെ എന്റെ കല്യാണം നടക്കില്ല. ഡേറ്റ് മാത്രം പറഞ്ഞാൽ മതി, ഗ്രാൻഡ് ആയിട്ട് നടത്താം. നിങ്ങൾ എന്നാണോ ഫ്രീ അന്ന് എന്റെ കല്യാണം നടത്താം. ഓക്കെ, ശരി, മറക്കരുത് കേട്ടോ. ആയിക്കോട്ടെ. അമ്മേ, എനിക്ക് 6 പെമ്മക്കളാ അമ്മേ. അതൊക്കെ എനിക്കറിയാടോ. കാര്യം പറയാ.
ഇപ്പൊ എന്റെ ഭാര്യ 7ാമത്തെ ഗർഭമാണ്. അതെങ്കിലും ആണായിരിക്കോ? അമ്മ നിന്നോട് ദേഷ്യത്തിലാണടാ. അവള് നീ ശാന്തമാക്കണം. നിനക്ക് ഗാന്ധി പിറക്കൂടാ. ഞാനെന്താണോ ചെയ്യേണ്ടത് അമ്മേ? നീ ആദ്യം പറഞ്ഞതുപോലെ അമ്മയ്ക്ക് പൊങ്ങലിടണം. അപ്പൊ നീ വിചാരിച്ചത് അങ്ങനെ തന്നെ ചെയ്തോളാമേ. അതെ മോനെ. ഇവളെ കണ്ട പേടിയാവും. അരുണേ, ഇങ്ങനെ കളിയാക്കല്ലേ. അവളിങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത് ശരിക്കുള്ള കാര്യം. അവളുടെ അടുത്ത് എന്ത് പ്രാർത്ഥിച്ചാൽ അത് സാധിക്കുമെന്നാ പറയുന്നത്. നീ വന്നേ, നമുക്ക് എനിക്ക് അതിനൊന്നും ആവശ്യമില്ല. എന്നെ അനുഗ്രഹിക്കണേ. നിനക്ക് ആവശ്യമുള്ളത് ചോദിക്കടാ. നിനക്ക് അനുഗ്രഹം കിട്ടൂടാ. മടിക്കാതെ ചോദിക്കുമോ? ചേച്ചി, ഞാൻ നിങ്ങളെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അല്ല, ഞാനൊരു പെൺകുട്ടിയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവളെ എനിക്ക് കിട്ടുമോ? കാല് വീണ് നമസ്കരിക്കടാ, ഇല്ല ദൈവകോപം ഉണ്ടാവും. അമ്മയ്ക്ക് ആരടിയിലും ശൂലം വാങ്ങിച്ചു കൊടുക്കടാ. നീ വിചാരിച്ചതൊക്കെ നടക്കും. വളരെ നന്ദിയുണ്ട്. അമ്മയോട് ദേഷ്യപ്പെട്ട സർവനാശാണടാ. പോടാ പോ. വാടാ, നമുക്ക് പോവാം. ഇവന്മാരൊക്കെ ചേർന്ന് മിക്കവാറും എന്നൊരു പരുവത്തിലാക്കുന്ന തോന്നുന്നു. മോനെ കർണ, നിനക്ക് പേടിയാവുന്നില്ലേ? ഞാനെന്തിനാ പേടിക്കുന്നേ? എനിക്ക് നീയില്ലേ? ഞാനവിടെ ഉണ്ടാവും. നിക്കുന്നില്ലേ? ഞങ്ങൾക്ക് താമസിക്കാൻ വരെ സ്ഥലം തന്നല്ലോ, ടെറസിന്റെ മേളില്. എന്റെ നല്ല സമയം തുടങ്ങി കഴിഞ്ഞു. കർണ, വെറുതെ എന്തിനാ ആവശ്യമില്ല സംസാരിക്കുന്നത്? രാത്രി പോവും പൊക്കും. ഒന്ന് നിന്നേ. പോകാമെന്നല്ല, നിങ്ങൾ മാത്രം പോകുന്നു. നിങ്ങളോടൊപ്പം ഞാൻ വരില്ല. അപ്പൊ ഞങ്ങളുടെ കൂടെ നിങ്ങൾ വരത്തില്ലേ? പ്രശ്നമില്ല. എന്നാ വരണ്ട. നീ പോ. പോടാ. അളിയാ, ചെല്ല്. നീ ആരോടാ പോവാൻ പറയുന്നേ? നീ തന്നെ പോണം. പോ, ആ പെണ്ണ് പോയി തട്ടിക്കൊണ്ടുപോടാ. ഞാൻ തന്നെ പോണോ അല്ലേ അളിയാ? പോടാ. എന്റെ അമ്മ, എന്നെ പട്ടി കടിക്കാൻ വരുന്നേ. അളിയാ, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. ആരടാ നീ? എന്റെ പേര് ദിനേശൻ. ഏതാണ് നിന്റെ സ്ഥലം? കോഴിക്കോട്. കള്ളനാണ് മാമ. എന്തിനാ വന്നേ? ഞാൻ കക്കാൻ വന്നതാണ്. ഇതുവരെ എത്ര മോഷണം നടത്തി? അയ്യേ, ഞാൻ അത്ര വലിയ കള്ളനൊന്നും അല്ലാട്ടോ. വിശപ്പടക്കാൻ വേണ്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ ചെറിയ കളവ് മാത്രമേ ചെയ്യാറുള്ളൂ. സത്യമായിട്ടും ഇപ്പൊ ഞാൻ വന്നത് പോലും നിങ്ങളുടെ കിണറ്റില് തോട്ടിയെടുക്കാനാണ്. അമ്മേ, നിങ്ങളുടെ ആളുകൾ കുത്തിയതാണ്. ഒരു 50 or 100 തന്നെങ്കിലേ ഞാൻ വൈദ്യരെ കണ്ടിട്ട് അതേ വഴി അങ്ങ് പോകാവാ. വിശ്വസിക്കില്ല മാമ. പാതിരാത്രി വീട്ടിൽ കയറി വന്നത് പോരായിട്ട് തമാശ വിളിക്കത്തേക്ക് അവനെ ഞാൻ നോക്കിക്കോളാം. തലയ്ക്ക് നല്ല സുഖമില്ലാത്തവനാന്ന് തോന്നുന്നു. മാമ കറക്റ്റ് ആണ് പറഞ്ഞത്. ഇനി നിന്നെ ഞാൻ ഈ പരിസരത്ത് കാണരുത്. ഓ, ആയിക്കോട്ടെ. എനിക്ക് അങ്ങനെ കണ്ടിട്ട് നല്ലൊരു മനുഷ്യനെ പോലെയാ തോന്നിയത്. നമ്മള് വെറുതെ റിസ്ക് എടുക്കാണ് മോനെ.
നമ്മൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് അവിടെ പോയി പെണ്ണ് ചോദിച്ചാലുണ്ടല്ലോ അങ്ങേര് തരുമെന്നാ തോന്നുന്നത്. തരും തരും, നല്ലോം തരും. നീയൊക്കെ എന്തിനു വേണ്ടി ഇവിടെ വന്നിരിക്കുന്നതെന്ന് അവന്മാരെ അറിഞ്ഞാൽ നല്ലോം കിട്ടും. നിങ്ങൾ വന്നില്ലല്ലോ, പിന്നെന്തിനാ സംസാരിക്കുന്നത്? ഞാൻ വരാതെ തന്നെ 4 ദിവസമായിട്ട് എന്റെ വയറ് ശരിയല്ല. അവന്മാര് നിന്നെ പിടിച്ചു എന്ന് കേട്ടത് മുതൽ എനിക്ക് ജീവൻ തന്നെ ഇല്ല. നിങ്ങൾക്ക് അത്രയ്ക്ക് ജീവനാ? എടാ പൊട്ട, അത് അങ്ങനെയല്ല. അവർക്ക് ദേഷ്യം വന്ന് എന്റെ ജീവൻ എടുക്കുമെന്നാ എനിക്കൊരു പേടി. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുവോ? എനിക്ക് നിങ്ങളെ വിശ്വാസം ഇല്ല. നിങ്ങൾ തന്നെ വന്ന് വെട്ടതല്ലേ? ഞാൻ എങ്ങനെ വന്ന് പെട്ടു? അതെ, എല്ലാരും കൂടി ഇപ്പത്ര നാട്ടിലേക്ക് വിട്ടോ. നീ ഒറ്റൊരുത്തങ്ങാണ്ട ഈ പ്രശ്നങ്ങളൊക്കെ. മര്യാദക്ക് നീ പോടുന്ന്. കർണ മോനെ, കർണ വേണ്ട മോനെ, കളി വെറുതെ കാര്യാക്കല്ലേ. വേറെ വഴിയില്ല, വിശ്വസിച്ചു പോയി. അതുകൊണ്ടാ വന്നേ. മുള്ളെ പിടിച്ചാലും മുറുക്കെ പിടിക്കണടാ.